കാര്യങ്ങളെല്ലാം നമ്മൾ 2-3 ദിവസം ക്ലാസ്സുകളിലായിട്ട് കേട്ടു. കഴിഞ്ഞ ദിവസം നമ്മൾ സഹസ്രനാമത്തിൻ്റെ ആരംഭം അല്ലെങ്കിൽ ഏതൊരു മന്ത്രത്തിൻ്റെയും ആരംഭം എന്ന രീതിയിൽ അതിൻ്റെ ഋഷി ഛന്തോ ദേവതാന്യാസങ്ങളും അതിനുശേഷം ഉപാസനാക്രമം പോലെ അതിൻ്റെ ധ്യാന ശ്ലോകം എന്നൊരു വിഷയത്തിലേക്ക് കടന്നിരുന്നു. മറ്റെല്ലാ മന്ത്രങ്ങളെക്കാളും വ്യത്യസ്തമായിക്കൊണ്ട് അത് മറ്റെല്ലാ സഹസ്രനാമ സ്തോത്രങ്ങൾക്കും അതിനേക്കാളൊക്കെ വ്യത്യാസമായിക്കൊണ്ട് സാക്ഷാൽ ശ്രീവിദ്യാദേവിയെ പ്രകീർത്തിക്കുന്ന 1000 നാമങ്ങൾ സ്തുതിക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു ധ്യാന ശ്ലോകത്തിന് പകരം 4ഓളം ധ്യാന ശ്ലോകങ്ങൾ ഉണ്ട് എന്ന് കണ്ടു, പ്രചാരത്തിലുണ്ട്. ഇനി അതല്ലാതെ വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും എല്ലാവർക്കും അറിയാവുന്നതും പ്രചാരത്തിലുമുള്ളതുമായ 4 ധ്യാന ശ്ലോകങ്ങൾ. അതിലൊരു ധ്യാന ശ്ലോകം ചൊല്ലിയാൽ പോരെ എന്ന് ചോദിച്ചാൽ അതിൻ്റെ വളരെ ഗൗരവപരമായിട്ടുള്ള രീതിയിൽ അകത്തേക്ക് ആ ധ്യാന ശ്ലോകങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ ഇത് 4 വേണമോ എന്ന് നമുക്ക് തീരുമാനിക്കാനാകും. എങ്കിലും 4 ധ്യാന ശ്ലോകങ്ങൾ ആണ് ഭാരതം മുഴുവനും ലളിതാ സഹസ്രനാമ സ്തോത്രം ആ സ്തുതി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ ആചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിൻ്റെതായ അർത്ഥതലങ്ങളിലേക്കാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കാൻ തുടങ്ങിയത്. അതിൽ ആദ്യത്തെ ധ്യാന ശ്ലോകം സിന്ദൂരാരുണ വിഗ്രഹാം തൃണയനാം മാണിക്യമൗലിസ്ഫുരത്താരാ നായകശേഖരാം സ്മിതമുഖീമാപീനവക്ഷോരുഹാം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോത്പലം ബിഭ്രതി സൗമ്യാം രത്നഘടസ്ഥരക്രചരണാം ധ്യായേത് പരാമംബികാം. അതിൻ്റെ അർത്ഥമെല്ലാം നമ്മൾ കണ്ടു. എന്താണ് അമ്മയുടെ അതിലെ ഭാവം എന്നെല്ലാം നമ്മൾ കണ്ടു. ഏതായാലും 4 ധ്യാന ശ്ലോകം മുഴുവനും നമുക്ക് അതിൻ്റെതായ ഒരു സാമാന്യ അർത്ഥതലത്തിലേക്ക് നീങ്ങിയിട്ട് പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം, പരസ്പരം മനസ്സിലാക്കാം. അടുത്ത ധ്യാന ശ്ലോകം, ആദ്യത്തെ ധ്യാന ശ്ലോകത്തില് സിന്ദൂരാരുണ വിഗ്രഹം എന്ന് തുടങ്ങി ധ്യായേത് പരാം അംബികാം എന്ന് അവസാനിക്കുന്നു. ഇവിടെ ആ ധ്യായേത് എന്നുള്ള ആ ക്രിയാപദം കൊണ്ട് തന്നെ ആരംഭിക്കുകയാണ്. അടുത്തത് ധ്യാനിക്കണം, അത് ധ്യാനിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞിട്ട് ധ്യായേത് ധ്യാനിക്കണം. ധ്യായേത് പത്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായതാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസദ്ധേമപത്മാം വരാംഗീം സർവാലങ്കാരയുക്താം സതതമഭയദാം ഭക്രനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത്പദാത്രീം. ഇതാണ് രണ്ടാമത്തെ ധ്യാന ശ്ലോകം. അതില് ആദ്യം പറഞ്ഞ ഒരു ഭാവം നമുക്ക് ഇപ്പൊ എല്ലാവരുടെ മനസ്സിലുണ്ടാവും. സിന്ദൂരാരുണ വിഗ്രഹയാണ്, സിന്ദൂരം പോലെയുള്ള ആ ഒരു നിറത്തെ വിശേഷേണ ഗ്രഹിക്കേണ്ടത് അമ്മയെ കണ്ടിട്ടാണ് എന്നൊക്കെ നമ്മൾ കണ്ടു. 3 കണ്ണുണ്ട് അമ്മയ്ക്ക്. അതുപോലെ മാണിക്യ കല്ലുകൊണ്ടുണ്ടാക്കി മാണിക്യ രക്തം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കിരീടത്തില് താരാനായകൻ അതായത് ചന്ദ്രക്കലയുണ്ട്. സ്മിതമുഖിയാണ്, കടിച്ചുയർന്ന മാറിടങ്ങളാണ്. 2 കൈകളിലും അളിപൂർണ രത്നചഷകം രക്തോത്പലം വിഭ്രതി, ചെന്താമരപ്പൂവും അമൃത കലശവും കയ്യിലുണ്ട്. അതില് ഇഷ്ടംപോലെ അതിന്റെ മധു നുകരാനായിട്ട് വണ്ടുകൾ വന്നിരിക്കുന്നു. സൗമ്യയാണ് അമ്മ. രത്നം കൊണ്ടുണ്ടാക്കിയ കുടത്തിന്റെ മുകളിൽ വച്ചിരിക്കുന്ന രക്തചരണമാണ്. അത് പരാമംബികയാണ്, പരയായ അംബികയാണ്. അങ്ങനെയുള്ള അംബികയെ ധ്യാനിക്കണമെന്ന് കണ്ടിരുന്നു. ഇവിടെ അതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് മറ്റൊരു തരത്തിലാണ് അമ്മയെ പറയുന്നത്. ഈ 4 തരത്തിലുള്ളതും ശ്രീവിദ്യാഭാവമാണ്. ഈ 4 തരത്തിലുള്ള രൂപത്തിനും ശ്രീവിദ്യാ സമ്പ്രദായമുണ്ട്.
എങ്കിലും അതിന്റെ പരിപൂർണമായിട്ടുള്ള ഒരു ഇന്ന് നമുക്ക് ശ്രീവിദ്യ അല്ലെങ്കിൽ രാജരാജേശ്വരി, ലളിതാ പരമേശ്വരി എന്നൊക്കെ പറഞ്ഞാൽ അതിലൊരു പരിപൂർണ ഭാവം ഇതിൽ കാണാൻ സാധിക്കുക 3ഉം 4ഉം ശ്ലോകങ്ങളിലൊക്കെയാണ്. എന്നാലും നമുക്കിത് വശന്യാദി വാഗ്ദേവതകളാൽ രചിക്കപ്പെട്ടതായതുകൊണ്ട് എല്ലാ ധ്യാന ശ്ലോകങ്ങളുടെയും അർത്ഥം പഠിക്കേണ്ടി വരും. പക്ഷെ ഒരു ധ്യാനം എന്ന രീതിയിൽ, ഒരു ഉപാസന എന്ന രീതിയിൽ നോക്കുമ്പോൾ ഒന്നാമത് തന്നെ ചെറിയൊരു ധ്യാന ശ്ലോകം ആണെങ്കിൽ പോലും ഋഷി കണ്ടിട്ടുള്ള ആ രൂപത്തെ, ആ മന്ത്രസ്പന്ദനങ്ങളെ കൊണ്ട് നമ്മൾ വീണ്ടും ഈ പ്രപഞ്ചത്തിൽ അതിൻ്റെതായിട്ടുള്ള തരംഗങ്ങൾ ഉണ്ടാക്കി അതിന്റെ തരംഗഭാവമായിട്ടുള്ള രൂപത്തെ കാണാൻ ശ്രമിക്കുന്നത് തന്നെ ജന്മജന്മാന്തരങ്ങൾ കഴിഞ്ഞാലും ആ ഒരു ധാരണ ചെയ്ത് ധ്യാനത്തിലെത്തി ലയം വരാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ അതൊന്നുമല്ല. ഇത് 3ഉം 4ഉം അമ്മയാണ് എന്ന് വെച്ചാൽ ഉറക്കെ വൈഖരിയായിട്ട് ചൊല്ലേണ്ടതാണ്, ധ്യാനിക്കേണ്ടതല്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് സമാധാനമുണ്ട്. ഇല്ലെങ്കിൽ ഈ ദേവി ഇങ്ങനെയാണ്, ആ ദേവി ഇങ്ങനെയുമാണ്, ആ ദേവി ഇങ്ങനെയുമാണെന്ന് പറഞ്ഞാൽ സാധകനെ സംബന്ധിക്കുന്നിടത്തോളം അത് കൺഫ്യൂഷൻ ഉണ്ടാക്കാം. പക്ഷെ ഇവിടെ ഈ 4 എന്തെന്ന് ഇന്നും അത് ചർച്ചയുള്ള വിഷയമാണ്, ഇപ്പോഴും അന്വേഷണത്തിലുള്ള വിഷയം തന്നെയാണ്. നമുക്കെന്തായാലും അതിന്റെ അർത്ഥം പഠിക്കുകയും മറ്റും അതിന്റെ തലങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ആ ധ്യാന ശ്ലോകവുമായിട്ട് ഇതിലത്തെ 1000 മന്ത്രങ്ങൾക്കെല്ലാം ബന്ധമുണ്ടോ എന്ന് നോക്കുകയായിരിക്കും ഫലം. ഇവിടെ പറയുന്നു ധ്യായേത്, ധ്യാനിക്കണം, ധ്യാനിക്കുമാറാകട്ടെ. ആരെ ധ്യാനിക്കണം? ശ്ലോകം പദച്ഛേദം ചെയ്യുവാനും അന്വയിക്കാനും അന്വയാർത്ഥം പറയാനും എന്നെക്കാളൊക്കെ വളരെ കഴിവുള്ളവർ ഈ ഗ്രൂപ്പിലുണ്ടെന്ന് അറിയാം. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ്, ഇവിടെ ആരെ ധ്യാനിക്കണം എന്ന് ചോദിച്ചാൽ ഇത് പറയുന്ന ഒരുപാട് പേരുകൾ അമ്മയ്ക്കുണ്ട്. എന്നാലും ഇതിലെ പൊതുവായിട്ട് എടുക്കാൻ പറ്റുന്ന ശ്രീവിദ്യാം ധ്യായേത്, ശ്രീവിദ്യയെ ധ്യാനിക്കണം. കാരണം ധ്യായേത് പത്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായതാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകരതിലസദ്ധേമ പത്മാം വരാംഗീം സർവാലങ്കാരയുക്താം സതതമഭയദാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത്പ്രദാത്രീം ധ്യായേത്. ഇതെല്ലാം ഇങ്ങനെയുള്ള എല്ലാ വിശേഷണമാണ്. ഏതെടുത്താലും കൊള്ളാം. എന്നാലും ഇതിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പേര് ശ്രീവിദ്യ, നമുക്കറിയാവുന്ന പരിചിതമായ ഒരു പേര്. അപ്പൊ ശ്രീവിദ്യാം ധ്യായൽ. അപ്പൊ കാം ശ്രീവിദ്യാം ധ്യായൽ, എന്താണ് എങ്ങനെയുള്ള ശ്രീവിദ്യയെ എന്നൊരു ചോദ്യം ചോദിക്കണം. അതിൻ്റെതായിട്ടുള്ള പദച്ഛേദത്തിനും അന്വയത്തിനും അന്വയാർത്ഥത്തിനും എന്നുള്ളതാണ്. അപ്പൊ ആദ്യം തന്നെ എല്ലാം ഇന്ന ആളെ ധ്യാനിക്കണം, ഇവളെ എങ്ങനെ ധ്യാനിക്കണം, ഇവളെ ഇങ്ങനെ ധ്യാനിക്കണം എന്ന് പറയുന്ന സ്ത്രീലിംഗം. അപ്പൊ പത്മാസനസ്ഥാം, സ്ഥാം എന്നാണ് ഇരിക്കുന്നവൾ, അല്ലെങ്കിൽ തിഷ്ഠാം നിൽക്കുന്നവൾ എന്നാണ്. ഇവിടെ സ്ഥാം ഇരിക്കുന്നവൾ എന്നർത്ഥം. എവിടെയാണ്? ആസനസ്ഥാം. അപ്പൊ ഇരിക്കുകയാണ്, ആസനസ്ഥയാണ് അമ്മ അല്ലെങ്കിൽ ഈ ശ്രീവിദ്യ. എന്താണ്? പത്മാസനസ്ഥാം. അപ്പൊ പത്മാസനത്തിലിരിക്കുക. 2 തരത്തിൽ അതിന് അർത്ഥം പറയാം. നമ്മളൊക്കെ യോഗമാർഗത്തിലൊക്കെ പോകുമ്പോഴുള്ള പത്മാസനം, ഇരുന്നിട്ട് കാലുകൾ പരസ്പരം പിണച്ചു വെച്ചുകൊണ്ടുള്ള, അങ്ങനെ എടുക്കുന്നതിന് വിരോധമില്ല. പക്ഷെ ഇവിടെ അങ്ങനെ ആവാം. ഇത് പത്മം ആസനമാക്കുക, ഇരിപ്പിടാക്കുക, അതായത് താമരയിൽ ഇരിക്കുക എന്നർത്ഥം. പത്മമാകുന്ന ആസനത്തിൽ സ്ഥം, പത്മാസനസ്ഥാം സ്ത്രീലിംഗ ആയതുകൊണ്ടാണ്. അല്ലെ പത്മാസനസ്ഥം എന്നേ വരൂ. ഇവിടെ ദേവിയാണ്, സ്ത്രീലിംഗാണ്. അപ്പൊ ആസനസ്ഥാം പത്മാസനസ്ഥാം ധ്യായൽ, പത്മാസനത്തിൽ ഇരിക്കുന്നവളായിട്ട് ധ്യാനിക്കണം. പിന്നെ അതിന്റെ വിശേഷണങ്ങളാണ്. എന്താണ്? വികസിത വദനം. വദനം മുഖമാണ്. ഇവിടെ വദന സ്ത്രീലിംഗാണ്. അപ്പൊ എന്താണ് വദന എന്ന് വെച്ചാൽ ഇവിടെ വദന എന്നല്ല, വദനാം, വദനയെ. രാമം എന്ന് പറയുന്ന പോലെ വദന വദനേ വദന വദനാം വദനയെ ദ്വിതീയ ഏകവചനാണ്. അപ്പൊ അതിന്റെ വദനത്തിന്റെ വിശേഷണം വികസിത വദനം. വികസിച്ചത്. വികസിച്ച മുഖം എന്ന് പറയുമ്പോൾ മുഖം ഇങ്ങനെ വല്ലാതെ തടിച്ചു വരിക എന്നുള്ളതല്ല. മുഖം വികസിക്കുക എങ്ങനെയാണ്? സന്തോഷം വരുമ്പോഴാണ്. മറ്റതൊക്കെ ചുരുങ്ങും. വളരെ സന്തോഷം വരുമ്പോഴാണ് മുഖത്തിലെ എല്ലാ പേശികളും ഉണർന്ന് മനസ്സിന്റെ മുഴുവനും ഭാവം, അല്ലെ, മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്ന് പറഞ്ഞ പോലെ സന്തോഷമായിട്ടുള്ള മുഖത്തെ കുറിച്ച് പറയാനായിട്ടാണ് വികസിത വദനം. അതിന്റെ ഉള്ളർത്ഥമൊക്കെ വേറെ ആവാം, എങ്കിലും ഇവിടെ സാമാന്യ അർത്ഥമാണ് ഞാൻ പറയുന്നത്. വികസിത വദനം. പക്ഷെ അവിടെ പ്രത്യേകിച്ച് പറയുന്നു അത് എങ്ങനത്തെ വികസിത വദനമാണ് ചോദിക്കുമ്പോൾ
കുറച്ചും കൂടെ അതിന്റെ സൗന്ദര്യം കൂട്ടാനായിട്ട് പറയാണ് പത്മപത്രായതാക്ഷയും വികസിത വദനാം ശ്രീവിദ്യാം പത്മാസനസ്ഥാം ധ്യായേത് എന്ന് പറയാം. അപ്പൊ പത്മാസനസ്ഥാം പത്മപത്രായതാക്ഷയും വികസിത വദനാം ശ്രീവിദ്യാം ധ്യായേത്. അപ്പൊ ഇവിടെ മുഖത്തുള്ളതിനെ കുറിച്ച് തന്നെ പറയാണ്. അക്ഷയും, അക്ഷിയെ, അക്ഷിയുള്ളവളെ. എങ്ങനെയാണ്? ആയതാക്ഷിയും, ആയതം നീണ്ടത് എന്നർത്ഥം. അപ്പൊ നീണ്ട കണ്ണുള്ളവളെ ധ്യാനിക്കണം. എങ്ങനെയാണ്? പത്മപത്ര ആയതാക്ഷി. പത്മം താമര, പത്രം അതിന്റെ അല്ലി. അപ്പൊ താമര ഇതൾ. അപ്പൊ താമര ഇതളൊക്കെ നമുക്കറിയാം, താമര കാണാത്തതുണ്ടാവില്ല. അതിന് നല്ല മനോഹരമായിട്ടുള്ള ഒരു താമര എടുത്തിട്ട് അതിന്റെ അല്ലി വിടർത്തി നോക്കിയാൽ അറിയാം. ആ ഒരു അല്ലി കണ്ടാൽ മനോഹരമായ കണ്ണാണ്. അപ്പൊ അതിന്റെ നിറമൊക്കെ അതിനകത്ത് വരാം. അവിടെ ആ നീണ്ട കണ്ണ് എന്നർത്ഥം. വളരെ നീണ്ട കണ്ണാണ്. പത്മപത്രം പോലെ നീണ്ട എതിലാണ് താമരയ്ക്കുള്ളത്. പത്മപത്രം പോലെ നീണ്ടതായ അക്ഷിയോട് കൂടി അവളെ ധ്യാനിക്കണം. അപ്പൊ നീണ്ട കണ്ണ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ദേഷ്യമല്ല, അല്ലെങ്കിൽ സങ്കടമല്ല, ഒന്നുമല്ല. അവിടെ ചിരിക്കുമ്പോഴാണ് കണ്ണ്, അല്ലെ, കണ്ണുകൊണ്ടാണ് ശരിക്കും ചിരിക്കുക. മുഖം കൊണ്ട്, ചുണ്ടുകൊണ്ട്, പല്ലുകൊണ്ട് ചിരിച്ചാലും ചിരിയുടെ മന്ദഹാസത്തിന്റെ പൂർണ്ണമായ ഭാവം വരണമെങ്കിൽ അതിന്റെ ഭാവം മുഴുവനും ഇരിക്കുന്നത് കണ്ണില്ല. ആ കണ്ണ് നീണ്ടിടൻപെട്ട കണ്ണാണെങ്കിൽ അത്രയും വികസിക്കണം. അപ്പൊ ആ വികസനത്തിന് വെറുതെ ഇങ്ങനെ ചീർക്കലല്ല, അല്ലെങ്കിൽ ഒരു നീര് വന്ന് വീർക്കലൊന്നുമല്ല. അപ്പോ വികസിത വദനം എന്ന് പറയുന്നതിന് കുറച്ചും കൂടെ നമുക്ക് അതിന്റെ മനോഹാരിത കൂട്ടാനായിട്ട് പറയുന്നു. പത്മപത്രായതാക്ഷിൻ, താമര ഇതള് പോലെ നീണ്ടിട്ട കണ്ണുകളോട് കൂടിയ വികസിച്ച വദനമുള്ള പത്മാസനത്തിൽ ഇരിക്കുന്ന ശ്രീവിദ്യാദേവിയെ ധ്യാനിക്കണം. അതൊക്കെ ഏത് ധ്യാന ശ്ലോകത്തിലും ഏതൊരു ദേവിക്കും യോജിക്കാവുന്ന വാക്കുകളാണ്. പിന്നെന്താണ്? ഹേമാഭാം. ആദ്യം പറഞ്ഞത് സിന്ദൂരാരുട വിഗ്രഹം. സിന്ദൂരം പോലെ അരുണ വിഗ്രഹമാണ്, ചുമന്ന നിറമാണ് അമ്മയ്ക്ക്. ഇവിടെ അത് കുറച്ചങ്ങോട്ട് മാറാണ്. ഹേമാഭാം. ഹേമം ച സ്വർണം. സ്വർണത്തിന്റെ പ്രകാശമാണ്. മഞ്ഞയാണോ എന്ന് അറിയില്ല. അത് ഏത് കളർ? സ്വർണത്തിന്റെ പ്രകാശത്തിന് മഞ്ഞാന്ന് വേണമെങ്കിൽ പറയാമെന്നല്ലാതെ അതൊന്നുമല്ല. സ്വർണപ്രകാശം. അപ്പൊ അമ്മ ആഭയാണ്, ശോഭയുള്ളവളാണ്. ആഭ ശോഭ, ശോഭയുള്ളവളാണ്. അപ്പോ സ്വർണത്തിന്റെ പ്രകാശത്തോടു കൂടിയ ഭഗവതിയാണ്. ആ പുഞ്ചിരിക്കുന്ന വികസിച്ച മുഖത്തോടെ പത്മാസനത്തിരിക്കുന്ന അമ്മയ്ക്ക് സ്വർണ്ണ നിറമാണ്. പീതവസ്ത്രം. സിന്ദൂരാരണ വിഗ്രഹം എന്ന് പറഞ്ഞതിൽ നമുക്കറിയാം അവിടെ ചുവന്ന വസ്ത്രമാണ്. ഇവിടെ പീതവസ്ത്രം. പീതം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും ഒരു ക്ലാസ് എന്നെനിക്ക് പറയുന്നു. മഞ്ഞ എന്നർത്ഥം. വസ്ത്രം. വസ്ത്രം വസ്ത്ര എന്ന് വെച്ചാൽ വസ്ത്രം എടുത്തിട്ടുള്ളവൾ. വസ്ത്രം വസ്ത്രയെ, പീതവസ്ത്രയെ, മഞ്ഞപ്പട്ടുടുത്തവളെ. അപ്പോ പത്മാസനത്തിലാണ് അമ്മ ഇരിക്കുന്നത്, താമരയിലാണ് ഇരിക്കുന്നത്. താമരയുടെ അല്ലി പോലെ നീണ്ട കണ്ണുകളോടുകൂടി വികസിച്ച സന്തോഷത്തോടുകൂടി മുഖാണ്. സ്വർണപ്രകാശാണ്, മഞ്ഞപ്പട്ടാണ് ഉടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള അമ്മയെ ധ്യാനിക്കണം. കരകലിത ലസത് ധേമ പത്മാംഗി. അവിടെ പലപ്പോഴും തെറ്റിക്കാറുണ്ട് പലരും. കരകലിത ലസത്ത് എന്ന് കഴിഞ്ഞിട്ട് ഹേമപത്മാം എന്നാണ് ശരിക്കുള്ള അതിന്റെ വാക്ക് പദച്ഛേദം ചെയ്യുമ്പോൾ. അപ്പൊ ലസത്ത് പ്ലസ് ഹേമ, ലസത് ധേമ എന്നാവുകയാണ്. അതിന്റെ വ്യാകരണത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അപ്പൊ കരകലിതം, കരം എന്ന് വെച്ചാൽ കയ്യ്, കലിതം പ്രാപിച്ചത്, അല്ലെങ്കിൽ ബന്ധിച്ചത്, അല്ലെങ്കിൽ ഉൾപ്പെട്ടത് എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പൊ കരത്തിൽ പ്രാപിച്ചത്. അപ്പൊ കരത്തിൽ എന്തോ ഉണ്ട്. എന്തായാലും രണ്ട് കൈ കുറവ് ഉണ്ടാവില്ലല്ലോ. രണ്ട് കൈയാണ് സാമാന്യം ഉള്ളത്. അതിൽ കൂടുതൽ 4 ആവാം, 8 ആവാം, 12 ആവാം, 16 ആവാം. ഇവിടെ കരത്തിൽ കലിതമായി ലസിക്കുന്ന, കരത്തിൽ പ്രാപിച്ച് പരിലസിക്കുന്ന, ശോഭിക്കുന്ന എന്താണ്? ഹേമപത്മാം, സ്വർണ്ണ താമര. ഇവിടെ ഏകവചനമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒന്നേ ആയിട്ടുള്ളൂ. ഈ ധ്യാന ശ്ലോകത്തില് സംസ്കൃതം അറിയാവുന്നവരൊന്ന് ശ്രദ്ധിച്ചറിയാൻ കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ധ്യാന ശ്ലോകമാണ്. അപ്പൊ കരത്തിൽ കലിതമായിട്ടും ലസിക്കുന്ന, കരത്തിൽ പ്രാപിച്ച്, അതായത് കയ്യിൽ പിടിച്ചുകൊണ്ട് പരിലസിക്കുന്നതാണ്. എന്താണ്? ഹേമപത്മാം കരകലിത ലസം. കരത്തിൽ കലിതമായി ലസിക്കുന്ന ഹേമപത്മത്തെ, അങ്ങനെ പത്മയോട് കൂടിയവളെ. അമ്മയുടെ കയ്യില്
സ്വർണ്ണത്താമര ഉണ്ട് എന്നർത്ഥം. പക്ഷെ അത് മാത്രം പോലെ ഒരെണ്ണോട് വേണം. അവിടെയാണ് ഈ ധ്യാന ശ്ലോകം ചൊല്ലി വരുമ്പോൾ അതിനെ വ്യാഖ്യാനിക്കുന്നവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. കരകലിത ലസത്ത് ഹേമപത്മാം വരാംഗീം സർവാലങ്കാരയുക്താം എന്നാ പിന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വരാംഗീം എന്ന് വെച്ചാൽ വരം, അഭയം. അത് ദേവതമാർക്കുള്ളതാണ്, വരദവും അഭയവും. ഇവിടെ വരാംഗീം എന്ന് പറഞ്ഞാൽ വരദം ആവാൻ വഴിയില്ല. കാരണം ശ്രേഷ്ഠമായ അംഗത്തോട് കൂടിയവൾ, വരം ശ്രേഷ്ഠം എന്നാണ് ഇവിടെ. ശ്രേഷ്ഠമായ അംഗത്തോട് കൂടിയവളെ ധ്യാനിക്കണം. കരത്തിൽ കലിതമായി രസിക്കുന്ന ഹേമപത്മയെ ധ്യാനിക്കണം എന്ന് വെച്ചാൽ കയ്യിൽ താമരപ്പൂ ഉള്ളവളെ, സ്വർണ്ണ താമരപ്പൂ ഉള്ളവളെ ധ്യാനിക്കണം എന്നൊരർത്ഥം എടുത്താൽ, രണ്ടു കയ്യിലും സ്വർണ്ണ താമരയാണ് എന്നൊരർത്ഥം എടുത്താലും പത്മാം എന്ന് പറഞ്ഞതുകൊണ്ട് ഏകവചനമായതുകൊണ്ട് അത് എടുക്കാൻ വയ്യ. ഞാൻ കൊണ്ടുകൂടിയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കത് കൂടുതൽ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ സതതം അഭയതാം എന്നൊരു വാക്കുണ്ട്. കാരണം സർവാലങ്കാരയുക്താം വരാംഗീം ധ്യായൻ, സർവാലങ്കാരത്തോട് യുക്തമായത്. എന്തൊക്കെ അലങ്കാരാണോ. ദേവിയുടെ അലങ്കാരത്തെ കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് പറയാറുണ്ട്. ചതുഷ്ഷ്ടുപചാരാഢ്യ എന്ന് പറയുന്നതിൽ അമ്മയെ കുളിപ്പിക്കുന്നത് മുതൽ അമ്മയെ കുളിക്കാനുള്ള കുളിക്കടവിലേക്ക് കൊണ്ടുപോകുന്നത് മുതൽ എന്തെല്ലാം ഒരു മനുഷ്യൻ ചെയ്യുന്നത് പോലെ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് ഒരു സ്ഥലത്തിരുത്തി കുറച്ച് കാര്യങ്ങൾ ചെയ്ത് മറ്റൊരു സ്ഥലത്തിരുത്തി ഡ്രസ്സ് അണിയിച്ച് ആഭരണശാലയിൽ കൊണ്ടുപോയി ആഭരണം ഇടിയിച്ച് ഇങ്ങനെ പറയുന്നതിൽ വളരെ രസകരമായിട്ട് 64 ഉപചാരം ചതുഷ്ഷ്ടുപചാരാഢ്യ എന്ന സഹസ്രനാമത്തിലുണ്ട്. അത് ആ സമയത്ത് നമുക്ക് കൂടുതൽ പറയാം. അപ്പൊ അമ്മ അണിഞ്ഞിരിക്കുന്ന കിരീടം മുതൽ ആ പാദത്തിന്റെ നഖത്തിൽ അല്ലെങ്കിൽ വിരലിൽ അണിഞ്ഞിരിക്കുന്ന മോതിരം വരെ അലങ്കാരം. അപ്പൊ സർവാലങ്കാരയുക്തമായിട്ടുള്ള ശ്രേഷ്ഠമായ അംഗത്തോടു കൂടിയ ശ്രീവിദ്യാം ധ്യായേൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരു കൈ വരുന്നില്ല. പക്ഷെ സതതം എല്ലായ്പ്പോഴും അഭയദാം, സതതം അഭയദാം, സതതം അഭയദാം. അഭയദാം അഭയം തരുന്ന എന്താണ്? അത് കൈയാവാം. പക്ഷെ സാക്ഷാൽ ലളിതാ പരമേശ്വരിയെ സംബന്ധിക്കുന്നതോട് പറയുന്നു അഭയം കൊടുക്കാറില്ല. അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ കാലുകളാണ്, പാദങ്ങളാണ് ചെയ്യാറുള്ളത് എന്ന് പറയുന്ന ശങ്കരാചാര്യ സ്വാമികളെ ലളിതാ സഹസ്രനാമത്തിലൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ ഒരു സമാധാനത്തിന് വേണ്ടി എടുക്കാം. അഭയം, ഒരു കയ്യില് അഭയത്തെ കൊടുത്തുകൊണ്ടും മറ്റേ കയ്യില് സ്വർണ്ണ താമര പിടിച്ചുകൊണ്ടുമുള്ള കരത്തിൽ കലിതമായി രസിക്കുന്ന അഭയവും, ഒരു കയ്യില് സ്വർണ്ണ താമരയും എന്ന അർത്ഥം എടുത്തില്ലെങ്കിൽ വിരോധമൊന്നുമില്ല. സ്വർണ്ണ താമര കയ്യിൽ പിടിച്ചിരിക്കുന്നവളും എന്നെടുത്താൽ അർത്ഥ തെറ്റൊന്നുമില്ല. വേണമെങ്കിൽ ഒരു കയ്യില് സ്വർണ്ണ താമരയും മറ്റൊരു കയ്യില് അഭയവും. അഭയം എന്ന് വെച്ചാൽ എന്താണ്? വരദം എന്ന് വെച്ചാൽ കൈയെ ഇങ്ങനെ അനുഗ്രഹിക്കലാണ് വരദം. അഭയം എന്ന് വെച്ചാൽ താഴോട്ട് കൈ വിട്ട് തന്റെ പാദത്തിലേക്ക് അഭയം തരിക എന്നർത്ഥം. അപ്പൊ അഭയം തന്നുകൊണ്ട് ഒരു കൈ കൊണ്ട് അഭയവും മറ്റേ കയ്യിൽ സ്വർണ്ണ താമരയെ പിടിച്ചു എന്നോ, അല്ലെങ്കിൽ സ്വർണ്ണ താമര രണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് എപ്പോഴും അഭയം തരുന്നവളായിരിക്കുന്ന ഒരാൾ, അഭയതയായിട്ടിരിക്കുന്ന ദേവി എന്നും അർത്ഥമെടുക്കുന്നതിൽ തെറ്റില്ല. അപ്പൊ സർവാലങ്കാരയുക്താം വരാംഗീം ശ്രീവിദ്യാം ധ്യായേത്, അല്ലെങ്കിൽ സതതം ധ്യായൽ എന്നൊക്കെ അർത്ഥം എടുക്കാം. ഇവിടെ എല്ലായ്പ്പോഴും അഭയത്തെ കൊടുക്കുന്നവളും സർവ അലങ്കാരത്തോടു കൂടിയ ശ്രേഷ്ഠമായ അംഗത്തോടു കൂടിയവളുമായ ശ്രീവിദ്യാദേവിയെ ധ്യാനിക്കണം. സർവാലങ്കാരയുക്താം സതതമഭയതാം ഭക്തനമ്രാം സതതമഭയതാം. ഭക്തന്മാരുടെ, അതായത് ഭക്തിയോടുകൂടി നമസ്കരിക്കുന്നവൾക്ക് എല്ലായ്പ്പോഴും അഭയത്തെ കൊടുക്കുന്നവളും. ഭക്തൻ മമ്രാം മറ്റൊരർത്ഥം പറയാം, ഭക്തന്മാരുടെ മുമ്പിൽ അമ്മ തന്നെ തല കുനിക്കുന്ന അവസ്ഥയാണ്. ഭക്തപരാധീനോഹം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഭക്തന്മാർക്ക് പരാധീനനാണ്, അവർക്ക് ഞാൻ അടിമയാണ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭക്തന്റെ നമ്ര ശിരസ് കണ്ടിട്ട്, ഉരിഞ്ഞ ശിരസ് കണ്ടിട്ട് എപ്പോഴും അഭയം കൊടുക്കുന്നവൾ എന്ന് അർത്ഥം എടുക്കാം. അല്ലെങ്കിൽ ഭക്തി കൂടി അല്ലെ? ഭാഗവതം മുഴുവൻ അതിനാണ് അല്ലെ? ഭവേ യഥാ ഭക്തി പാദയോസ്തവജായത്. ഒരു ഭവയെ പറഞ്ഞാൽ മതി. പക്ഷെ ഭവേ വരും എത്ര ജന്മങ്ങൾ തന്നാലും അവിടുത്തെ പാദങ്ങളിലുള്ള ഭക്തി തരണേ എന്ന് പറയുന്ന ആ ഭക്തി കണ്ടിട്ട് അവിടെ തല കുനിക്കുന്ന അമ്മ, അതിൽ കണ്ട് വളരെ സന്തോഷിച്ച് തല കുനിച്ചു പോകുന്ന വിനയമുള്ള ഭക്തി ഇഷ്ടപ്പെടുന്ന അമ്മ എന്നെടുക്കാം. അല്ലെങ്കിൽ ഭക്തിയോടുകൂടി നമസ്കരിക്കുന്ന ഭക്തന്മാർക്ക് സതതം അഭയതാൻ, എപ്പോഴും അഭയം കൊടുക്കുന്നവളായിട്ടും
ഭവാനിയും. ഭവാനി ഭവത്തെ നയിക്കുന്നവൻ, ഭവൻ നീയതേ എന്നെടുക്കാം. ഇനി ഭവന്റെ ശക്തി ഭവാനി, ഭവൻ ശിവൻ, ശിവന്റെ ശക്തി ഭവാനി എന്നൊരർത്ഥമുണ്ട്. അപ്പൊ ഇവിടെ ഭക്തന്മാരുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഈ ഭവസാഗരത്തെ നയിക്കുന്നവളാണ് അമ്മ. ആ നയിക്കുന്ന അമ്മ ഭക്തിയോടുകൂടി നമസ്കരിക്കുന്നവളെ എല്ലായ്പ്പോഴും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരു കയ്യില് താമരയും ഒരു കയ്യില് അഭയവും എന്ന രീതിയിൽ രണ്ട് കയ്യിലും താമര പിടിച്ചുകൊണ്ട് പത്മാസനത്തിൽ ഇരുന്നു കൊണ്ട് സർവാലങ്കാര വിഭൂഷിതയായിട്ടുള്ള ശ്രേഷ്ഠമായ അംഗത്തോട് കൂടിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് നീണ്ടിടംപെട്ട കണ്ണുകളോട് കൂടിയിട്ട് താമരപ്പൂവ് കൈകളിൽ പിടിച്ചുകൊണ്ട് എല്ലാ അലങ്കാരങ്ങളോടും കൂടിയിട്ട് നമസ്കരിക്കുന്ന ഭക്തന്മാർക്ക് മുഴുവനും എപ്പോഴും അഭയത്തെ ദാനം ചെയ്യുന്ന ഭാവത്തിലിരിക്കുന്ന ഭവാനിയെ, അതാരാണ്? ശ്രീവിദ്യാം. അങ്ങനെയുള്ള ശ്രീവിദ്യാദേവിയെ ശാന്തമൂർത്തി, യാതൊരു ഗൗരവമില്ല, എപ്പോഴും ശാന്താണ്. ആ ശാന്തതയുടെ മന്ദഹാസാണ് മുഖം വികസിക്കാൻ കാരണം. സകല സുരനുതാം, സകല മുഴുവനും, സുരൻ ദേവൻ, നുതാം നമസ്കരിക്കുന്നത്, എല്ലാ ദേവീ ദേവന്മാരും ദേവവിഭാഗം മുഴുവനും നമസ്കരിക്കുന്നവളുമായ സർവസമ്പത് പ്രദാത്രിയും, ദാത്രിയും കൊടുക്കുന്നവളാണ്. പ്രദാത്രിയും വലിയ രീതിയിൽ ദാനം ചെയ്യുന്നവള. എന്താണ്? സമ്പത്തിനെ. സമ്പത്ത് എന്താണ്, ആപത്ത് എന്താണെന്ന് മറ്റൊരു തരത്തിൽ ചിന്തിക്കേണ്ടൊക്കെ വരാം. ഉള്ളിന്റെ ഉള്ളിലേക്കുള്ള അർത്ഥത്തില് സർവസമ്പത്താണ്. ഈ പ്രപഞ്ചത്തിലെ സർവമാന സമ്പത്തുകളെയും ഉയർന്ന രീതിയിൽ ദാനം ചെയ്യുന്ന ഭാവത്തിലും എല്ലാ ദേവീ ദേവന്മാരും മുഴുവനും നമസ്കരിക്കുന്ന ഭാവത്തിലും ശാന്തമായ മൂർത്തിയുടെ ഭാവത്തിലും ശാന്തമൂർത്തിയായിട്ടും ശ്രീവിദ്യ എന്ന നാമത്തിലും അല്ലെ ശ്രീവിദ്യാഭാവത്തില് ഭവാനി എന്ന പേരില് തന്നെ നമസ്കരിക്കുന്നവർക്ക് മുഴുവനും എപ്പോഴും അഭയം കൊടുക്കുന്ന ഭാവത്തിൽ സർവാലങ്കാരങ്ങളോട് കൂടിയ ശ്രേഷ്ഠമായ അംഗത്തോടു കൂടി കൈകളിൽ താമരപ്പൂ എന്തി മഞ്ഞപ്പട്ടുടുത്ത് സ്വർണപ്രകാശത്തോടുകൂടി നല്ല താമരയല്ലി പോലെ നീണ്ട കണ്ണുകളോടെ പുഞ്ചിരിക്കുന്ന ശാന്തമായ വികസിച്ച മുഖത്തോടു കൂടിയിരിക്കുന്ന ശ്രീവിദ്യാം ധ്യായേ. ഇങ്ങനെയുള്ള ശ്രീവിദ്യാദേവിയെ ധ്യാനിക്കണം. ഇതാണ് സാമാന്യം. അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയാലും തെറ്റൊന്നുമില്ല. ഇവിടെ ധ്യായേത് എന്ന് പറയുന്നതിന് ബാക്കിയെല്ലാം ചേർത്താൽ മതി. അതിന് ശരിക്കും പദച്ഛേദം വെച്ചാൽ ഒന്ന് രണ്ട് സ്ഥലത്ത് ആ എന്താ പറയണ്ടേ, കരകലിതല സത്ത് ഹേമപത്മം എന്നുള്ളതൊക്കെ തിരിക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പൊ മഞ്ഞ നിറത്തിലുള്ള പട്ടുടുത്തും സ്വർണപ്രകാശത്തോടു കൂടിയിരിക്കുന്ന രണ്ടു കൈയിലും സ്വർണ്ണ താമരകളുള്ള എല്ലാ ദേവീദേവന്മാരും നമസ്കരിക്കുന്ന വളരെ സുന്ദരിയായ ശാന്തമായ ഭാവത്തിൽ വികസിച്ച പുഞ്ചിരിക്കുന്ന കണ്ണുകളോടെയുള്ള അമ്മയെ ധ്യാനിക്കണം എന്നർത്ഥം. ഇതിന്റെ ഏകദേശം മനസ്സിലാക്കി കാണുന്ന വിചാരിക്കണം. അടുത്ത ധ്യാന ശ്ലോകം സ കുങ്കുമ വിലേപനാമള്ളിക ചുംബി കസ്തൂരികാം സ മന്ദഹസിതേക്ഷണാം സ ശരചാപപാശാങ്കുശാം അശേഷജനമോഹിനീം അരുണമാല്യ ഭൂഷോജ്വലാം ജപാകുസുമഭാസുരാം ജപവിധൗ സ്മരേദംബികാം. ഇത് മറ്റൊരു ഭാവമാണ്. അവിടെ ക്രിയ എന്ന് പറയുന്നത് സ്മരേത് എന്നാണ്. സ്മരിക്കണം എന്ന് പറയുന്ന രീതിയിലാണ്. എങ്ങനെ സ്മരിക്കണം? സ്മരിക്കുക എന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് ചിന്തിക്കുക എന്നർത്ഥം. ഓർക്കുക, വിചാരിക്കുക, ധ്യാനിക്കുക എന്നൊക്കെ അർത്ഥം. ധ്യാനിക്കുക എന്ന് തന്നെ, ധ്യാനം എന്ന് വെച്ചാൽ സ്മരണം തന്നെയാണ്. ഇവിടെ സ്മരേത് അംബികാം, അംബികാം സ്മരേത്, അംബികയെ, അംബിക എന്ന് വെച്ചാൽ അമ്മയെ എന്നർത്ഥം. അപ്പൊ അംബികയെ സ്മരേത് അംബികാം, അംബികാം സ്മരേത്, അംബികയെ സ്മരിക്കണം. ശ്രീവിദ്യാം ധ്യായേൽ, അല്ലെ? അങ്ങനെ ഓരോന്നിനും ഓരോ കർമ്മമാണ്. ഈ ഏതംബികാം അംബിക, ഏതംബികയാണ്, ഏതമ്മയാണ് ധ്യാനിക്കേണ്ടത് ചോദിച്ചാൽ സകുങ്കുമ വിലേപനാം അളിക ചുംബി കസ്തൂരികാം സമന്ദഹസിതേക്ഷണാം സശരചാപപാശാങ്കുശാം അശേഷജനമോഹിനീം അരുണമാല്യഭൂഷോജ്വലാം ജപാകുസുമഭാസുരാം സ്മരേത് അംബികാം, അല്ലെങ്കിൽ അംബികാം സ്മരേത്.
അപ്പോ അതിനകത്തൊരു വ്യത്യാസമുള്ളത് ഇവിടെ പറയുന്നു എപ്പോഴാണ് ധ്യാനിക്കേണ്ടത് എന്നുകൂടെ പറഞ്ഞിരിക്കുന്നു. ജപവിധോ അംബികാം സ്മരേ. ജപവിധിയെങ്കിൽ ജപത്തിന്റെ വിധി, ജപിക്കാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ ജപവിധിയെ ചിന്തിച്ചാൽ, ഈ ദേവിയുടെ ജപത്തിന്റെ വിധിയെ പറഞ്ഞാൽ അവിടെ ധ്യാനിക്കേണ്ട രൂപം ഇങ്ങനെയാണ് എന്ന് വേണമെങ്കിൽ അർത്ഥമെടുക്കാം. അല്ലെങ്കിൽ നമ്മളിത് ജപിക്കാൻ തുടങ്ങുമ്പോൾ ജപവിധിയായിട്ട് ലളിതാ സഹസ്രനാമ സ്തോത്രം ജപം ചെയ്യാനായിട്ടിരിക്കുന്ന ജപവിധിയെങ്കിൽ അംബികാം സ്മര, അംബികയെ സ്മരിക്കണം. ആ അംബിക എങ്ങനെയാണെന്ന് ഈ മൂന്നാമത്തെ ധ്യാന ശ്ലോകത്തിൽ പറയുന്നു. സ കുങ്കുമ വിലേപനം. വിലേപനം, ലേപനം പുരട്ടലാണ്. വിലേപനാണ്, വിശേഷേണ ലേപനാണ്, വിശേഷമായിട്ട് പുരട്ടിയിട്ടുണ്ട്. അപ്പൊ ശരീരം മൊത്തം പുരട്ട എന്ന് പറയുമ്പോൾ ശരീരത്തിലാവണല്ലോ, ദേവിയെ കുറിച്ചിട്ടാ പറയുന്നത്, മൂർത്തി ഭാവമല്ലേ. അപ്പൊ സ കുങ്കുമ വിലേപനാം അളിക ചുംബി കസ്തൂരികാം എന്നൊക്കെ പറയുമ്പോൾ കൂട്ടിക്കൂട്ടിയാണ്. സ കുങ്കുമ, കുങ്കുമ വിലേപനം എന്ന് പറഞ്ഞാൽ മതി. കുങ്കുമം അത് വിശേഷേണ ലേപനം. അപ്പൊ അത് എവിടെയാവണം? അത് ശരീരമാവണം. ഒരു വ്യക്തിയെ കുറിച്ച് പറയാണ്, അല്ലെങ്കിൽ അമ്മയെ കുറിച്ച് പറയാണ്, ആ അമ്മ ഒരു വിലേപനം, ലേപനം ചെയ്തിട്ട് പുരട്ടി. ഇപ്പൊ എണ്ണ പുരട്ട എന്ന് പറയുന്നത് പോലെ, ചന്ദനം കാപ്പാൽ ചന്ദനം പുരട്ട എന്ന് പറയുന്നത് പോലെ ഇവിടെ വിലേപനയാണ്. വിശേഷേണ ലേപനം ചെയ്തിട്ടിരിക്കുന്ന അമ്മയാണ്. എന്താണ്? ശരീരം മുഴുവൻ കുങ്കുമം കൊണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഇന്നത്തെ സിന്തറ്റിക് കുങ്കുമം ഒന്നും എടുക്കരുത്, സാക്ഷാൽ കുങ്കുമമാണ്. അതിനെ കുറിച്ച് ഇവിടെ പറയാൻ സമയമില്ല. അപ്പൊ കുങ്കുമം വിലേപനത്തോട് കൂടിയവൾ സകുങ്കുമ വിലേപനയാണ്. കുങ്കുമം വിലേപനം ചെയ്ത ശരീരം എന്നല്ല, ആ ശരീരത്തെ കുറിച്ച് പറയണം. ആ ശരീരം അല്ലെ ആ മൂർത്തി അല്ലെ ആ വിഗ്രഹം സകുങ്കുമ വിലേപനം ആണ്. കുങ്കുമ വിലോപനത്തോട് കൂടിയവളാണ്. സകുങ്കുമ വിലേപനം. പിന്നെന്താ? അളിക ചുംബി കസ്തൂരികാം. അളികം വണ്ട് എന്ന് നമ്മൾ കണ്ടിരുന്നു, ഭ്രമരം വണ്ട്. ചുംബി, ചുംബിക്കാം. അപ്പോ ലലാടത്തിൽ എന്താണ് അവിടെ? അളിക ചുംബി അളികം നെറ്റി. അപ്പൊ അളികം നെറ്റിയാണ്. അളിക ചുംബി കസ്തൂരിക. അളികം നെറ്റിയാണ്, വണ്ടല്ല. അളിക ചുംബി കസ്തൂരികം, അളികം നെറ്റി. ആ നെറ്റിയില് ചുംബിച്ചിരിക്കുന്ന കസ്തൂരി എന്ന് വെച്ചാൽ ആ കസ്തൂരി തിലകം ഉണ്ടെന്ന് അർത്ഥം. ചുംബിക്കാന്ന് വെച്ചാൽ അവിടെ ഫിറ്റ് ഒരു അങ്ങനെ തൊടാണ്ട് പറ്റില്ലല്ലോ. അങ്ങനെ അളിക ചുംബി കസ്തൂരികയാണ്. അളിക ചുംബി കസ്തൂരികാം അംബികാം സ്മരേത്. അപ്പൊ സ കുങ്കുമ വിലേപനത്തോടു കൂടി, കുങ്കുമം ലേപനം ചെയ്തിട്ടുള്ളവളും അളികത്തിൽ അളിക ചുംബി കസ്തൂരികാം, കസ്തൂരി തിലകത്തോട് കൂടിയവളും. അതിന് വ്യാഖ്യാതാക്കൾ പറയുന്നത് ആ കസ്തൂരിയുടെ വാസന കണ്ടിട്ട് വണ്ടുകൾ ആകർഷിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ആ വ്യാഖ്യാനമൊക്കെ എന്റെ കൂടെ ഉണ്ട്. അങ്ങോട്ട് ഇപ്പോൾ തൽക്കാലം നമുക്ക് സാമാന്യാർത്ഥം പറഞ്ഞു പോകുമ്പോൾ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. സമന്ദഹസിതേക്ഷണം, എല്ലാം സാ ചേർത്തിട്ടാണ്. എന്താണ്? ഈക്ഷണം, കണ്ണുകള്. ഹസിതേക്ഷണം, ചിരിക്കുന്ന കണ്ണുകള്. കണ്ണ് ചിരിക്കണമെങ്കിൽ സന്തോഷം ഉണ്ടാവണം. കണ്ണ് ചുമന്നാൽ ദേഷ്യമാണ്. അതുപോലെ ഹസിതേക്ഷണം. എന്ത് ഹസിതമാണ്? അട്ടഹാസമാണോ? അല്ല, മന്ദഹസിതേക്ഷണം. മന്ദസ്മിതം പോകുന്ന ചുണ്ടല്ല, കണ്ണുകൊണ്ട് ചിരിക്കുക. സമന്ദഹസിതേക്ഷണം, മന്ദഹസിതേക്ഷണത്തോട് കൂടിയവളാണ്. അപ്പോ സ കുങ്കുമ വിലേപനാം അളിക ചുംബി കസ്തൂരികാം. ഇവിടെ ആദ്യത്തെ സ കുങ്കുമ വിലേപനാം അളികം കസ്തൂരികാം വിലേപനം, അങ്ങനെയും അർത്ഥം എടുക്കാവുന്ന രീതിയുണ്ട്. കുങ്കുമ വിലേപനത്തോട് കൂടിയിട്ടുള്ള നെറ്റി എന്നെടുത്താൽ കുങ്കുമപ്പൊട്ടുണ്ട്. അത് ദേവിയുടെ ചതുഷ്ഷഷ്ടി ഉപചാരം പറയുന്നുണ്ട്. തിലകരത്നായ നമ, സിന്ദൂര തിലകാഞ്ചിതായ, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ നെറ്റിയില് കുങ്കുമപ്പൊട്ടുണ്ട്, ഒപ്പം കസ്തൂരി തിലകവുമുണ്ട്. അങ്ങനെയുള്ള അളികത്തോട് കൂടിയവൾ എന്നൊരർത്ഥം എടുക്കാം. അല്ലെങ്കിൽ ശരീരം മുഴുവൻ കുങ്കുമം വിലേപനം ചെയ്തവൾ എന്നെടുത്താൽ അത്ര സുഖാവൂന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ സ കുങ്കുമ വിലേപനാമളിക ചുംബി കസ്തൂരിക എന്ന് ഒരുമിച്ചായതുകൊണ്ട് അർത്ഥം എടുക്കാൻ നല്ലത് അമ്മയുടെ അളിക നെറ്റിത്തടും കുങ്കുമവും കസ്തൂരി തിലകത്തോട് കൂടിയിട്ടുള്ളതാണ്. അതുപോലെ തൊട്ട് താഴെ കണ്ണാണ് അല്ലെ, പുരിയം കഴിഞ്ഞാൽ ആ നെറ്റി കഴിഞ്ഞാൽ ആ കണ്ണാണെങ്കിൽ മന്ദഹസിതത്തോട് കൂടിയ കണ്ണുകളാണ്. സമന്ദഹസിതേ ക്ഷണം. പിന്നെന്താ?
പിന്നെ അമ്മ പിടിച്ചിട്ടുള്ള ആയുധങ്ങൾ സ ശരചാപപാശാങ്കുശാം. ശരം, ചാപം, പാശം, അങ്കുശം. അതിനെക്കുറിച്ചൊക്കെ സഹസ്രനാമത്തിന്റെ ആ ഭാഗത്ത് ധാരാളം വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. ഇവിടെ തൽക്കാലം നമുക്ക് അതിന് തൊട്ടങ്ങോട്ട് പോവാം. എന്തൊക്കെ ഉണ്ട് കൂടെ? സ കൂടെ എന്തൊക്കെയാ? ശരം, ചാപം, പാശം, അങ്കുശം. ശരം എന്ന് വെച്ചാൽ അറിയാം, അമ്പ്. ചാപം വില്ല്. അമ്പുണ്ട്, വില്ലുണ്ട്. പിന്നെ പാശം കയറ്, അങ്കുശം തോട്ടി. അപ്പോ ഒരു കയ്യില് അങ്കുശവും ഒരു കയ്യില് പാശവും ഒരു കയ്യില് വില്ലും ഒരു കയ്യില് അമ്പുമാണ് എന്നിവിടെ പറഞ്ഞത്. അതിന്റെ വിശേഷണമൊക്കെ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിന്റെ ആ ശ്രീമാതാ തൊട്ടുള്ള വ്യാഖ്യാനത്തിൽ നമുക്ക് വരും. അപ്പൊ സ കുങ്കുമവിലേപനാമളിക ചുംബി കസ്തൂരികാം സമന്ദഹസിതേക്ഷണാം സശരചാപ പാശാങ്കുശാം. പിന്നെ മോഹിനീം, അശേഷജനമോഹിനീം അരുണമാല്യഭൂഷോജ്വലാം. ഇതൊക്കെ ഓരോ പദങ്ങളാണ്. ചൊല്ലുമ്പോ അശേഷജനമോഹിനീം അരുണമാല്യഭൂഷോജ്വലാം എന്ന് നമ്മൾ സന്ധി ചേർത്ത് ചൊല്ലും. അടുത്ത വിശേഷണം അശേഷജനമോഹിനി. അശേഷം കഴിഞ്ഞ് ബാക്കി ഒന്നും ഇല്ല എന്നർത്ഥം. ശേഷം പറയാൻ ബാക്കി ഇത്ര ഉണ്ടെന്ന് പറയാനില്ല. ഇത്ര ഉണ്ട് കേട്ടോ ബാക്കി, ശേഷം കൊള്ള എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ശേഷം കൊള്ള എന്നൊക്കെ ശ്രാദ്ധത്തിനൊക്കെ നമ്മൾ പറയാറുണ്ട്. അശേഷം ഒട്ടും ശേഷിക്കുന്നില്ല, കാരണം സമ്പൂർണമായിട്ടുള്ള എന്നർത്ഥം. അപ്പൊ അശേഷജനം, അതായത് കോടാനുകോടി ബ്രഹ്മാണ്ടത്തില് എല്ലാ ജനങ്ങളും എന്നർത്ഥം. ഒരാള് പോലും മാറ്റി നിർത്താനില്ല. അവരെ മുഴുവനും മോഹിനിയും, മോഹിപ്പിക്കുന്നവളാണ്. പ്രപഞ്ചത്തിന്റെ കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങളിലെ സകലമാന ജീവനുകളെയും ജനങ്ങളെയും മോഹിപ്പിക്കുന്ന അത്ര മോഹവശ്യ ഭാവമാണ്. നമ്മെ കണ്ടാൽ പിന്നെ വേറെ ഒന്നിലേക്ക് ആസക്തി നമുക്ക് വരില്ല. അരുണമാല്യ ഭൂഷോജ്വല. മാല്യം മാല, അരുണമാല്യം ചുമന്ന മാല. പിന്നെ അരുണഭൂഷോജ്വല എന്ന് പറയാം. മാല്യഭൂഷം എന്ന് പറയാം, അരുണമാല്യ ഉജ്ജ്വല എന്ന് പറയാം, അരുണഭൂഷോജ്വല എന്ന് പറയാം. ചുമന്ന മാലകളെ കൊണ്ട്, ഭൂഷണങ്ങളെ കൊണ്ട് ഉജ്ജ്വലയാണ്, ഉയർന്നു ജ്വലിക്കുന്നതാണ്. ഉജ്ജ്വല, ഉജ്ജ്വല. ജ്വലിക്കുക വെച്ചാൽ പ്രകാശിക്കുക എന്നർത്ഥം. അപ്പോ പ്രകാശിക്കുന്നുണ്ട്. എന്തുകൊണ്ടാ? ഇങ്ങനെയുള്ള അമ്മ ഇതുവരെ കണ്ടിട്ടുള്ള സകുങ്കുമലേവനാമളിക ചുംബി കസ്തൂരികാം സമന്ദഹസിതേക്ഷണ സസരജാപപാശാങ്കുശാം അശേഷജനമോഹിനിയും എന്ന് ഇത് പറഞ്ഞ വിശേഷിപ്പിച്ച അമ്മ അരുണമാല്യ ഭൂഷോജ്വലം, ചുമന്ന ആഭരണങ്ങളെ കൊണ്ടും ചുമന്ന മാലകളെ കൊണ്ടും ഉജ്ജ്വലയായിരിക്കുകയാണ്. ജപാകുസുമ ഭാസുരാം. ഭാസുരാം അവിടെയും ശോഭിക്കാന്നർത്ഥം, പ്രകാശിക്കുക. ഭാസത്തെ അതെങ്ങനെയാണ്? ഹേമാഭാം കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടതാണ്. ഇവിടെ കുസുമ ഭാസുരാം, ഒരു പൂവിന്റെ പ്രകാശാണ്. എന്ത് ആണ്? ജപാകുസുമം. ജപാകുസുമം എന്ന് പറയുന്ന കുസുമത്തിന്റെ നിറാണ്, അതുകൊണ്ട് ശോഭിക്കുന്നവളാണ്. ഭൂഷണങ്ങളെ കൊണ്ട്, അത് ചുവന്ന ഭൂഷണങ്ങളെ കൊണ്ട്, ചുവന്ന മാലകളെ കൊണ്ട് ഉജ്ജ്വലയാണ്. ഒപ്പം അമ്മയുടെ ശരീരത്തിന്റെ നിറം ജപാകുസുമത്തിന്റെ ശോഭയാണ്. ജപാകുസുമം ചെമ്പരത്തിപ്പൂവ്. അപ്പൊ ചെമ്പരത്തിപ്പൂവിന്റെ നിറം എന്ന് പറയുമ്പം ഇവിടെയാണ് നമുക്ക് സ കുങ്കുമ വിലേപനം എന്ന് പറയുന്നത്. ശരീരം മുഴുവനും കുങ്കുമം പരട്ടി എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം ശരീരം മുഴുവനും ചെമ്പരത്തിപ്പൂവിന്റെ നിറമാണെങ്കിൽ കുങ്കുമം പരട്ടിയിട്ട് എന്ത് കാണാനാണ്? അതുകൊണ്ട് അവിടെ സ കുങ്കുമ വിലേപനാമളികം, കുങ്കുമത്തോടു കൂടിയ അളികം. അതുപോലെ സ കുങ്കുമ വിലേപനാമളിക ചുമ്പ് കസ്തൂരികാം, കസ്തൂരി തിലകത്തെയും കുങ്കുമ പൊട്ടിനെയും ചേർന്നിട്ടുള്ള അളികം എന്ന അർത്ഥം എടുക്കുകയായിരിക്കും. ഇത് ജപാകുസുമ ഭാസുരാം എന്നിവിടെ വന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ എടുക്കേണ്ടി വരും. അങ്ങനെ ജപാകുസുമ ചെമ്പരത്തിപ്പൂവിന്റെ നിറത്തോടെ കൂടി ആ നിറം പോലെ പ്രകാശിക്കുന്നവളായിട്ടുള്ള അംബികാം ജപവിധൗ സ്മരേൻ. അങ്ങനെയുള്ള അംബികയെ, അമ്മയെ ജപിക്കാനിരിക്കുമ്പോൾ ജപവിധിയെങ്കിൽ സ്മരിക്കണം എന്നർത്ഥം. അപ്പോൾ രണ്ടു തരത്തിലായി. അവിടെ ആദ്യം സിന്ദൂരാരണ വിഗ്രഹം, അതെ, ആ മന്ത്രവും മൂന്നാമത്തെ ധ്യാന ശ്ലോകവും തമ്മിൽ ഒരു ബന്ധമൊക്കെ ഉണ്ട്. പക്ഷെ രണ്ടാമത്തെ ധ്യായ പത്മാസനസ്ഥാൻ അത് ടോട്ടൽ ഡിഫറെന്റ് ആയിട്ട് വരുന്നുണ്ട്. ഈ മൂന്നെണ്ണം എങ്ങനെയാണെങ്കിലും ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രീവിദ്യ എന്നുള്ള സങ്കല്പത്തെ കുറിച്ച് കുറച്ചൊക്കെ അറിയാവുന്നതെന്ന് പറയാണ് ഏറ്റവും കൂടുതൽ യോജിക്കുന്നതും എന്നാൽ വളരെ ലളിതവുമായിട്ടുള്ള ധ്യാന ശ്ലോകമാണ് നാലാമത്തെ. ഈ ധ്യാന ശ്ലോകമൊക്കെ നമ്മൾ ഒന്ന് തുടങ്ങിയിട്ട് ഒരു ധ്യാന ശ്ലോകം ചൊല്ലി അർത്ഥം മനസ്സിലാക്കി അങ്ങനെ ധ്യാനിച്ചിട്ട് വരുമ്പോൾ രണ്ടാമത്തെ ചൊല്ലുമ്പോൾ
അത് വേറെയാവും. മൂന്നാമത്തെ, ഒന്നാമത്തെ ചഞ്ചലമാണ് മനസ്സ്. അവിടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ധ്യാനങ്ങള്. ആ ധ്യാനം ശരിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെതായിട്ടുള്ള ഭാവത്തുള്ള ശ്ലോകങ്ങൾ. അത് 4 ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഇതൊക്കെയാണ് അമ്മ എന്നങ്ങോട്ട് മനസ്സിലാക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവസാനത്തെ ധ്യാന ശ്ലോകമാണ് ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ ഏറ്റവും ഉൾക്കൊള്ളാൻ പറ്റുന്ന മന്ത്രം. മറ്റതെല്ലാം അമ്മയുടെ മറ്റു ഭാവങ്ങളാണ്. ഇതിനെ ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട്. അതിനെ ചിന്തിക്കലല്ല, അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ 4 ധ്യാന ശ്ലോകം എന്തുകൊണ്ട് വന്നു. ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു, പരാപശ്യന്തി മധ്യമ വൈഖരി എന്ന് പറയുന്ന ഭാവത്തുമായിട്ട് ബന്ധപ്പെട്ടതാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാവവുമായിട്ട്, തന്ത്രത്തിന്റെ ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ വന്നതാണോ, അല്ലെങ്കിൽ ഓരോരുത്തരും ധ്യാനിച്ച സമയത്ത് ഓരോ ഋഷിമാർക്ക് വന്നതാണോ, ഇത് വശിന്യാദി വാഗ്ദേവതമാരാണ് നിർമ്മിച്ചത് എന്നതുകൊണ്ട് അവിടെ ഋഷിമാർക്ക് പ്രാധാന്യമില്ലല്ലോ. ഇങ്ങനെ പല കാര്യങ്ങളും അനേക ഗ്രന്ഥങ്ങളിലൂടെ ചർച്ചകളിലൂടെ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ ഉള്ളിലേക്കുള്ള അർത്ഥം ഉറപ്പിച്ച് പറയാതെ ഇരിക്കുന്നത്. എന്നാലും 3 ധ്യാന ശ്ലോകത്തിന്റെ അർത്ഥത്തിലും അമ്മ ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ ഇരിക്കുന്നവളാണ്. നിഗൂഢാർത്ഥങ്ങൾ ഉണ്ടാവാം. അത് പൂർണ്ണമായിട്ട് ഗ്രഹിച്ച ശേഷം ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ് കഴിയുന്നതിന് മുമ്പ് എപ്പോഴാണോ തീരുന്നത് അപ്പൊ നമുക്കിത് പറയാൻ ശ്രമിക്കാം. 4ാമത്തെ ധ്യാന ശ്ലോകങ്ങൾ ഇന്ന് എടുക്കാം. സമയം 3:36 അരുണാം കരുണാതരംഗിതാക്ഷയും ധൃതപാശാങ്കുശപുഷ്പബാണചാപാം അണിമാദിഭിരാവൃതാം മയൂഖൈരഹമിത്യേവ വിഭാവയേ മഹേഷീം. ഇതാണ് സമ്പൂർണമായ ശ്രീവിദ്യാ സമ്പ്രദായത്തിന്റെ ധ്യാനരൂപം. പക്ഷെ ശ്രീവിദ്യാ സമ്പ്രദായത്തിലെ ശ്രീവിദ്യ എന്ന് പറയുന്നതിന്റെ ധ്യാനരൂപമൊക്കെ തന്ത്രമാർഗത്തിൽ വേറെയാണെങ്കിലും അതിനെ പരിപൂർണമായിട്ട് ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ ധ്യാന ശ്ലോകമാണ്. എന്താണ് ഇവിടെ? വിഭാവയെ വിശേഷേണ ഭാവനം ചെയ്യൂ. അങ്ങനെ ചെയ്യേണ്ടതാണ്. ഭാവയെ ഭാവിക്ക, ഇങ്ങനെ ഭാവിക്ക. ധ്യാനം അതാണല്ലോ. ധാരണാൽ ധർമ്മവിദ്യാഹു എന്ന് പറയുന്നത് പോലെ ധരിക്കുക. എങ്ങനെയാണ് എങ്ങനെ ധ്യാനിക്കണം? വിഭാവയെ വിശേഷേണ ഭാവനം ചെയ്യൂ, വിശേഷേണ ഭാവനം ചെയ്യൂ. എന്താണ്? ഭവാനിയും വിഭാവയെ. ഇവിടെ അരുണാം കരുണാതരംഗിതക്ഷിം ധൃതപാശങ്കുശ പുഷ്പബാണചാപം അണിമാദിഭിരാവൃതം മയൂഖൈരഹമിത്യേവ വിഭാവയെ ഭവാനിയും എന്നാണ് ഗ്രന്ഥത്തിൽ. അതുകൊണ്ടാണ് വായിച്ചതുള്ളൂ. ഞാൻ പണ്ട് മുതലേ ചൊല്ലിക്കൊണ്ട് മഹേഷീം എന്നുള്ളതാണ് ചൊല്ലാറുള്ളത്. 2 തരത്തിലുണ്ടാവാം ഗ്രന്ഥങ്ങളില്. 2നും തെറ്റില്ല. പക്ഷെ ഞാൻ ഫോളോ ചെയ്യുന്ന ആ ഭാഗം മഹേഷീം. അതിന് കാരണമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മഹേഷീം വിഭാവയെ, മഹേഷന്റെ ഭാര്യയെ, മഹേഷ പത്നിയെ, മഹേഷിയെ, മഹത്തായ ഈശ്വരൻ. അതായത് ഈശൻ ഈശധാതു ഒക്കെ എടുത്തിട്ട് ചിന്തിച്ചാൽ വേറെ തലത്തിലേക്ക് പോകും. മഹേശ്വരൻ, ഈശൻ ഈശ്വരൻ എന്നർത്ഥം. അപ്പൊ ഏറ്റവും ഉയർന്നത് മഹത്തായിട്ടുള്ള ഈശ്വരൻ, അതായത് സദാശിവൻ, പരമശിവൻ എന്നർത്ഥം. ശിവനല്ല, പരമശിവൻ എന്നൊക്കെ എടുക്കേണ്ടി വരും. ശിവൻ വേറെ ഉണ്ടോ എന്ന് വെച്ചാൽ വേറെ ഉണ്ട് എന്നർത്ഥം. അപ്പൊ അങ്ങനെയുള്ള മഹേശന്റെ പത്നി. അതെന്താ കാരണം? അവിടെയാണ് ലളിതാ സഹസ്രനാമമൊക്കെ ചൊല്ലി വരുമ്പോൾ ശിവൻ എന്നുള്ള ഭാവത്തിന്റെയൊക്കെ അവസ്ഥ മനസ്സിലാവുള്ളൂ. നമ്മൾ പലപ്പോഴും ശിവന്റെ പൂജ കഴിക്കാറുണ്ട്, പ്രതിഷ്ഠിക്കാറുണ്ട്. അതിന്റെ എല്ലാ അംഗോപാംഗങ്ങളോടുള്ള പല പല യത്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആരാണ് ശിവൻ എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ ശിവ ആരാണെന്ന് മനസ്സിലാവും. അപ്പൊ മഹേഷിയും ഇവിടെ അത്രയ്ക്ക് നമ്മൾ പോകുന്നില്ല. മഹേഷിയും വിഭാവയെ അല്ലെങ്കിൽ ഭവാനിയും എടുത്താലും, കാരണം ഇതിനു മുമ്പ് ഒരു ഭവാനിയും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ മഹേഷിയും എടുക്കുകയായിരിക്കും നല്ലത്. മഹേഷിയും, മഹേഷ പത്നിയെ, മഹാദേവന്റെ പത്നിയെ, വിഭാവയെ വിശേഷേണ ഭാവന ചെയ്യണം. ഇവിടെ വിശേഷേണ ഭാവന ചെയ്താൽ എന്തോ ഒരു വിശേഷം ഉണ്ടെന്ന് അർത്ഥം. ആ വിശേഷമാണ് ശ്രീവിദ്യാ സമ്പ്രദായം. അതെങ്ങനെയാണ്? അരുണാം മഹേഷിയും വിഭാവയെ, ചുമന്ന മഹേഷിയെ കാണണം. അരുണ എന്ന് വെച്ചാൽ ചുമപ്പാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ചുമപ്പല്ല. അരുണൻ എന്ന് വെച്ചാൽ സൂര്യന്റെ തേരാളി എന്നാ പറയാ. സൂര്യോദയത്തിന് മുമ്പ് അരുണോദയം ഉണ്ട്. ആ അരുണോദയം ചുമപ്പൊന്നുമല്ല, ഒരു പ്രത്യേക നിറമാണ്. ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ മാതളപ്പൂവിന്റെ ഒരു നിറം പറയാൻ വേണം. ഡാഡിമനിഭ എന്നൊക്കെ പറയാറുണ്ട്. കണ്ണെടുക്കാൻ തോന്നില്ല, അത്രയും നല്ല മനോഹരമാണ് മാതളപ്പൂവിന്റെ ആ സൗന്ദര്യം. അപ്പോ അരുണയാണ്. എന്തുകൊണ്ട് അരുണ എന്ന് വന്നു? ആദ്യം ഉദിച്ചുയരുന്നത് ആര്? അരുണയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യാഖ്യാനത്തിലേക്കൊക്കെ പോകാൻ സാധിച്ചാൽ
നമുക്ക് ഒരുപാട് അതിന് ഡോക്ടറേറ്റ് വരെ എടുക്കാൻ പറ്റും. അപ്പോ അരുണയായ മഹേഷിയെ വിഭാവനം ചെയ്യണം. പിന്നെന്താ? കരുണാതരംഗിതാക്ഷിയും മഹേഷിയും വിഭാവയെ. അക്ഷിയും വിഭാവയ, കണ്ണുള്ളവളാണ്. എങ്ങനെയാണ്? തരംഗിതാക്ഷി. തരംഗം ഇങ്ങനെ അറിയാലോ, തരംഗം ഒരു പ്രത്യേക രീതി ഇങ്ങനെ 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 ചലിച്ചുകൊണ്ടേയിരിക്കും. തരംഗിതമായ അക്ഷിയാണ്. തരംഗിതം വെച്ചാൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കില്ല, എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും. കണ്ണിങ്ങനെ ഇമ വെട്ടിക്കൊണ്ട് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി. കാരണം തന്റെ മക്കളെ മുഴുവൻ കാണാനുള്ള ആർത്തിയോടെ എല്ലാ പ്രപഞ്ചത്തെയും കോടാനുകൂടി ബ്രഹ്മാണ്ടങ്ങളെയും നോക്കുകയായിരിക്കാം എന്നൊക്കെ കവി പറയാറുണ്ട്. എപ്പോഴും വെറുതെ ഇരിക്കില്ല. അങ്ങനെ അങ്ങനെ ഇങ്ങനെ അത് നമ്മുടെ ലളിതാ സഹസ്രനാമത്തിന്റെ ആ അർത്ഥം പറഞ്ഞു വരുമ്പോ അമ്മയുടെ കണ്ണുകളെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു ഭാഗം കുറച്ചുകൂടി വ്യക്തമാകും. അപ്പൊ അവിടെ തരംഗിതമാണ്, തരംഗിതമായ അക്ഷിയാണ്. അതെങ്ങനെയാ തരംഗം വന്നു വെച്ചാൽ കരുണാതരംഗിതാക്ഷി. അമ്മയുടെ ഉള്ളിന്റെ ഉള്ളിലെ കരുണ, മക്കളോടുള്ള കരുണ, ഭക്തന്മാരുള്ള കരുണ ഇങ്ങനെ വരുമ്പോ, അതുകൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഭക്തി കൊണ്ട് ഉള്ളുകൊണ്ട് തന്റെ മക്കളോടുള്ള വാത്സല്യം കൊണ്ട് കരുണ വഴിഞ്ഞൊഴുകുന്ന ആ ഭാവത്തിൽ, ആ മനസ്സിന്റെ ഭാവം കണ്ണിൽ അങ്ങോട്ട് വരുമ്പോ കണ്ണിങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ആ സന്തോഷവും വാത്സല്യം വരുമ്പോൾ, അമ്മമാരുടെ വാത്സല്യം വന്നാൽ അമ്മമാർക്ക് തോന്നുന്ന ഭാവം, നമുക്കൊരാളുടെ ഒരു കരുണ വന്നാൽ നമ്മൾ ചിലപ്പോൾ കരഞ്ഞു പോകും. ഒരാളുടെ കരുണ വന്നാലേ. അപ്പം കണ്ണിന് നല്ല ജോലിയാണ് കരുണ വന്നാൽ. അപ്പൊ കരുണ കൊണ്ട് തരംഗിതാണ്. അപ്പം കരുണാമയിയാണ് അമ്മ. എപ്പോഴും കരുണയോടുകൂടി മക്കളെ നോക്കുന്ന കണ്ണുകളുള്ളവളാണ്. പിന്നെന്താ? ധൃത, ധരിച്ചിട്ടുണ്ട്. എന്താണ്? പാശ അങ്കുശ പുഷ്പബാണ ചാപാം. 4 കൈയുണ്ട്, ധരിച്ചിട്ടുണ്ട് അമ്മ. എന്തൊക്കെയാണ്? പാശം, നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്, അത് കയറ്. എന്താണ് ഈ പാശം എന്ന് ചോദിച്ചാൽ സഹസ്രനാമത്തിന്റെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ അത് വരുന്നുണ്ട്, അപ്പൊ പറയാം. ധൃത, പാശ, അങ്കുശം, തോട്ടി. രാഗസ്വരൂപ പാശാഢ്യ ക്രോധാകാര അങ്കുശോജ്വല എന്ന് വരുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വ്യാഖ്യാനിക്കാം. അങ്ങനെ ഒരു കയ്യില് കയറും, ഒരു കയ്യില് തോട്ടിയും, ഒരു കയ്യില് പാശാങ്കുശ പുഷ്പബാണം, പൂവമ്പ്. കാമദേവന്റെ അമ്പാണ് പൂവമ്പ്. ആ 5 പൂക്കളാണുള്ളത്. അത് ഏതൊക്കെയാണെന്നൊക്കെ ആ സമയത്ത് നമുക്ക് പറയേണ്ടതുണ്ട്. കാരണം പഞ്ചതന്മാത്രസായക എന്ന് പറയുന്ന ഭാവത്ത് നമുക്കത് കൂടുതൽ വിശദീകരിക്കാറുണ്ട്. അപ്പൊ പുഷ്പബാണം, പുഷ്പം കൊണ്ടുള്ള അമ്പുണ്ട്. അത് 5 കാമദേവന്റെ ബാണങ്ങളാണ്. അത് അമ്മ കൊടുത്തതാവാം കാമദേവന്. പുഷ്പബാണ ചാപം, ആ പുഷ്പബാണം അയക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചാപം. അതുകൊണ്ടായിരിക്കും 2ാമത് ചാപം എന്ന് പറയാൻ കാരണം. അല്ലെങ്കിൽ ചാപം പുഷ്പബാണം എന്ന് പറഞ്ഞാൽ, അപ്പൊ പുഷ്പബാണത്തിന് പുഷ്പം കൊണ്ടൊരു അമ്പ് ഉണ്ടാക്കിയാൽ അത് തൊടുക്കണമെങ്കിൽ അതിന് പറ്റിയ അമ്പ് വേണ്ടേ? ആ അമ്പാണ് കരിമ്പ് വില്ല്. അത് മനോരൂപ ഇക്ഷുകോദണ്ഡ എന്നുള്ള ആ അർത്ഥവ്യാഖ്യാനത്തിൽ നമുക്ക് ചിന്തിക്കാം. അങ്ങനെ കരിമ്പ് വില്ലും, വില്ലും എന്ന് ഇവിടെ പറയുന്നുള്ളൂ. വില്ലും അമ്പും പാശവും അങ്കുശവും കയറും തോട്ടിയും ധൃതമായിട്ടുള്ള ധൃതപാശാങ്കുശ പുഷ്പബാണചാപാം മഹേഷിയും വിഭാവയെ. അങ്ങനെ കയറും തോട്ടിയും വില്ലും അമ്പും പിടിച്ച മഹേഷിയെ ധ്യാനിക്കണം. ചുമന്ന നിറത്തിലുള്ള മഹേഷിയെ ധ്യാനിക്കണം. കരുണ കൊഴിയുന്ന കണ്ണുകളുള്ള മഹേഷിയെ ധ്യാനിക്കണം. പിന്നെന്താ? അണിമാദിഭി ആവൃതാം മയൂഖൈ. അണിമാദിഭി രാവൃതം എന്ന് ചൊല്ലാറുണ്ട്, നമ്മളൊന്നും ചൊല്ലില്ല എന്ന് വിചാരിക്കുന്നു. അണിമാദിഭി ആവൃത എന്നുള്ളത് വിസർഗം ലോപിച്ച് രേഖാദേശം വന്നതാണ് അവിടെ. അപ്പൊ അണിമാദിഭിരാവൃതാം എന്ന് തന്നെ ചൊല്ലണം. ഭിരാവൃതം ചൊല്ലുന്ന അനേകം പേരെ എനിക്കറിയാം. അണിമാദിഭിരാവൃത അല്ല, അണിമാദിഭിരാവൃതാം. ആവൃതയാണ് അമ്മ. ആവൃതാം മഹേഷിയും വിഭാവയും. എന്തുകൊണ്ടാണ് ആവരണം ചെയ്യപ്പെട്ടത്? അണിമാദിഭി മയൂഖൈ ആവൃതാം മഹേഷി. മയൂഖം രശ്മികള്, പ്രകാശം. എന്തിന്റെയാണ്? അണിമാദിഭി, അണിമ തുടങ്ങിയിട്ടുള്ള ഇവരുടെ പ്രകാശം കൊണ്ട് ആവൃതയാണ് അമ്മ. എന്താണ് അണിമാദി? അണിമാദ്യ അഷ്ട ഐശ്വര്യം എന്നർത്ഥം. അണിമ, മഹിമ, ലഘിമ, ഗരിമ, ഈശിത്വം, വശിത്വം, പ്രാപ്തി, പ്രാകാശ്യം. അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചാൽ വേറെ ഒരുപാട് സമയം വേണ്ടിവരും. ഇങ്ങനെയുള്ള അണിമാതി അഷ്ടൈശ്വര്യങ്ങൾ, അത് അതിന്റെ മയൂഖ, അതിന്റെ രശ്മികള്,
അണിമാതി അഷ്ടൈശ്വര്യങ്ങളുടെ ആ പ്രകാശം, ആ രശ്മികളെ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ട ചുവന്ന നിറത്തിലുള്ള അമ്മയാണ്. കരുണ കൊണ്ട് തരംഗിതമായ കണ്ണുള്ളവളാണ്. ഒപ്പം പാശാങ്കുശവും, പാശം, അങ്കുശം, പുഷ്പബാണം, ചാപം എന്നുള്ളത് 4 കൈകളിൽ ധരിച്ചിട്ടുണ്ട്. ആ അമ്മ അണിമാതി അഷ്ടൈശ്വര്യങ്ങളുടെ രശ്മികളെ കൊണ്ട്, രശ്മി സമൂഹങ്ങളെ കൊണ്ട്, പ്രകാശങ്ങളെ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടവളാണ്. ഈ അമ്മയെ ഇതി ഏവ, ഇപ്രകാരം തന്നെ, അഹം, ഞാൻ, മഹേഷിയും വിഭാവയെ, ഇപ്രകാരം ഇരിക്കുന്ന, ഇങ്ങനെ തന്നെ ഇതേപോലെ എന്തൊക്കെയാ പറഞ്ഞത്? അരുണാം കരുണാതരംഗിതാക്ഷിയും ധൃതപാശാങ്കുശ പുഷ്പപാണ ചാപാം അണിമാതിവി മയൂഖൈ ആവൃതാം മഹേഷിയും ഇതി ഏവ അഹം വിഭാവയെ, ഇപ്രകാരം തന്നെ ഞാൻ വിഭാവനം ചെയ്യുന്നു. അതുകൊണ്ട് അഹം ഇതി ഏവ 3 വാക്കാണ്. അഹമിത്യേവ, അഹം ഇതി ഏവ, അഹമിത്യേവ വിഭാവയെ മഹേഷി, അങ്ങനെയുള്ള. അപ്പൊ ഇവിടെ ശരിക്കും ശ്രീവിദ്യാ സമ്പ്രദായത്തിന്റെയാണ് ആ പൂർണ്ണമായ ഭാവം ഉണ്ട് അതിനകത്ത്. പക്ഷെ മറ്റെല്ലാം അലങ്കാരങ്ങളും ഭൂഷണങ്ങളൊക്കെ ദേവിയെ നമ്മൾ കണ്ടുകൊള്ളണം. അത് മറ്റു 3 ധ്യാന ശ്ലോകങ്ങളിൽ പറഞ്ഞതൊക്കെ ഇതിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ അമ്മ അരുണയാണ്, 4 കൈയുണ്ട്, അതിൽ പാശം, അങ്കുശം, പുഷ്പബാണം, ചാപമുണ്ട്. കണ്ണുകൾക്ക് മുമ്പ് പറഞ്ഞ ശ്ലോകത്തിൽ അത്രമാത്രം കരുണയുള്ളവളാണ്. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു വ്യത്യാസത്തോട് കൂടിയിട്ടും കൂടെ നിങ്ങൾ ചിന്തിക്കണം. അഹമിത്യേവ വിഭാവയെ മഹേഷി, ലളിതാ സഹസ്രനാമ സ്തോത്രം എന്തിനാണ് ജപിക്കുന്നത് ചോദിച്ചാൽ അതിന്റെ ഉത്തരാണ് അവസാനത്തെ വരിയുള്ളത്. മഹേഷിയും, അഹം മഹേഷിയും ഇതി ഏവ വിഭാവയെ, ഞാൻ ഇപ്രകാരമുള്ള ഈ അരുണാം കരുണാതരംഗിതാക്ഷ്യം എന്ന് പറഞ്ഞ ഈ മഹേഷിയെ ഞാൻ തന്നെ എന്ന് വിഭാവനം ചെയ്യുന്നു. അഹം ബ്രഹ്മാസ്മിതല, അഹം മഹേഷിയും അസ്മി എന്ന് പറയുന്ന രീതിയിൽ അഹം ഇത്യേവ, ഇപ്രകാരം തന്നെ. അപ്പം ഇതേപോലെയുള്ള മഹേഷിയെ അഹം ഏവ ഇതി, ഞാൻ തന്നെ എന്ന് വിഭാവയെ, ഇത് ഞാൻ തന്നെയാണ്. അതാണ് ശരിയായിട്ടുള്ള ധ്യാനമാർഗം, തന്ത്രമാർഗം. അപ്പൊ ഇങ്ങനെയുള്ള എന്തെല്ലാം ധ്യാന ശ്ലോകങ്ങൾ പറഞ്ഞാലും അവസാനത്തെ 4ാമത്തെ ധ്യാന ശ്ലോകത്തിൽ വളരെ വളരെ അർത്ഥമാണ്. ഈ പറയുന്ന ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി എന്ന് പറഞ്ഞ ശ്രീ ലളിതാംബിക എന്ന് പറയുന്ന അവസാനിപ്പിക്കുന്ന ഈ 1000 നാമങ്ങളുള്ള മഹേഷി ഉണ്ടല്ലോ, മഹേശ്വരന്റെ പത്നി ഉണ്ടല്ലോ, ആ മഹേഷി അഹം ഏവ ഇതി, ഞാൻ തന്നെ എന്ന് വിഭാവ, ഇത് ഞാൻ തന്നെയാണ് കേട്ടോ, ഞാൻ ദേവിയായി തീർന്നു. ദേവിയിൽ ലയിച്ച ഞാനായി തീരുവാൻ, ഞാനും ദേവിയും ഭേദമില്ല, അഭേദ്യമായി തീരുവാനുള്ള ഒരു സന്ദേശവും കൂടി അതിന്റെ അവസാനത്തെ വരിയിലുള്ളത് കൊണ്ട് ഈ 4ാമത്തെ ധ്യാന ശ്ലോകത്തിലാണ് കൂടുതൽ പ്രാധാന്യം. പരിപൂർണമായ ശ്രീവിദ്യാ സമ്പ്രദായത്തിന്റെ അല്ലെങ്കിൽ ആ വിഗ്രഹ സ്വരൂപത്തിന്റെ, ഇതിപ്പോ 4 കൈയാണെങ്കിൽ അതിൽ കൂടുതൽ കൈകളുള്ള ശ്രീവിദ്യാ സമ്പ്രദായമൊക്കെ ഉണ്ട്. സാമാന്യമായ പരിപൂർണ ഭാവമാണിത്. ഈ 4 ധ്യാന ശ്ലോകം ചൊല്ലിയതിനു ശേഷം ഇന്ന് ഉറക്കെ ഭഗവതി ഈ രൂപത്തിൽ ഏതിനെയാണോ കാണാൻ സാധിക്കുക ആ രൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ശ്രീമാതാ ശ്രീമഹാരാജ്ഞി എന്ന് ഉറക്കെ അവസാനം വരെ ജപിക്കാം. ഇടയ്ക്ക് നിർത്താൻ പാടില്ല. ആരെങ്കിലും ഒന്ന് വിളിച്ചു, ഒന്ന് ഇറങ്ങിപ്പോയി സംസാരിച്ചിട്ട് വീണ്ടും ഭാഗവതമൊക്കെ വായിക്കുന്ന പോലെ ഒരു അടയാളം വെച്ചിട്ടൊന്നും പാടില്ല എന്ന് പറയുന്നു. കാരണം അമ്മയുടെ സമ്പൂർണ്ണ ശരീരമാണ്. ആദ്യം അമ്മയുടെ സ്ഥൂലമായ ശരീരത്തെ കുറിച്ചിട്ടും പിന്നീട് അമ്മയുടെ സൂക്ഷ്മതരമായിട്ടുള്ള ഭാവങ്ങളെ കുറിച്ചിട്ടും പറയുന്ന സ്ഥൂല സൂക്ഷ്മ പരസൂക്ഷ്മ സ്ഥൂല ഭാവമുള്ള സമ്പൂർണ്ണ ശരീരമാണ്. ഒരു കുറവുമില്ലാത്ത അംഗങ്ങളാണ്. അതിനെ ഇടയ്ക്ക് വെച്ച് നിർത്തി മുറിക്കാൻ പാടില്ല. ഇന്ന് കുറച്ച് ജപിക്കാം, ബാക്കി നാളെ ജപിക്കാം എന്ന് പാടില്ല. പഠിക്കുമ്പോൾ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ ജപിക്കുമ്പോൾ 20-22 മിനിറ്റ് നീ സുഖമായിട്ട് അക്ഷരസ്ഫുടതയോടുകൂടി ഒട്ടും വേഗതയില്ലാതെ അല്പവും ഒരുപാട് മന്ദമല്ലാത്ത രീതിയിൽ ഭക്തിയോടെ പ്രേമത്തോടെ അർത്ഥമറിഞ്ഞ് ഈ സ്തോത്രം ജപിക്കണമെങ്കിൽ മാക്സിമം പോയാൽ 22-25 മിനിറ്റ്, അതിൽ കൂടുതൽ വേണ്ടി വരില്ല. പഠിക്കുമ്പോഴൊക്കെ നമ്മൾ കൂടുതലെടുക്കും. അക്ഷരം ശരിക്കും ശ്രദ്ധിച്ച് പഠിക്കാൻ ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ഏതാണ്ട് എന്താ പറയുക 90% സ്ഫുടത സ്വന്തം ഇല്ലങ്ങളിൽ നിന്നും പഠിച്ചിട്ടുണ്ടാവുന്നവരാണെന്ന് എനിക്കറിയാം. അർത്ഥവും കൂടെ ഒപ്പം സംസ്കൃതം പഠിക്കുന്ന കുട്ടികളും ആയതുകൊണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞതിലൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് നോക്കിയിട്ട് അതും അതിന് ഉപകാരമാവും. അതുകൊണ്ട് എല്ലാവർക്കും ഈ ലളിതാ സഹസ്രനാമ സ്തോത്രം വേണ്ടവണ്ണം പഠിച്ച് ഉച്ചരിച്ച് ചൊല്ലി ഭക്തി വന്ന അവസാനം ഈ സാക്ഷാൽ ലളിതാ പരമേശ്വരി ഈശ്വര ഞാൻ അറിഞ്ഞില്ലല്ലോ
ഞാൻ തന്നെയാണല്ലോ ഈ ഭഗവതി, എന്റെ ഉള്ളിൽ ഭഗവതി ഇരുന്നിട്ട് ഞാനിതിനെ കണ്ടില്ലല്ലോ, എന്റെ ശരീരം പൂർണ്ണമായിട്ടും ഈ സ്ഥൂല ശരീരം പോലും ഭഗവതിയായിട്ട് എനിക്ക് തോന്നുന്നു എന്നുള്ള രീതിയിൽ ഭഗവതിയിൽ നിന്നും ദേവിയിൽ നിന്നും ലളിതാ പരമേശ്വരിയിൽ നിന്നും അഭേദ്യമായിട്ടുള്ള ഒരു ജീവനം ഉണ്ടാവാനായിട്ട് ഈ സഹസ്രനാമത്തിന്റെ പാഠം അല്ലെങ്കിൽ ഈ ക്ലാസ് ഉപകരിക്കട്ടെ. ഞാൻ ഇത്ര ശക്തമായിട്ട് പറയാൻ കാരണം ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഭക്തിയും കുറയും, കൺഫ്യൂഷൻസ് ഒക്കെ വരാം. എല്ലാവരെയും സാക്ഷാൽ ലളിതാ പരമേശ്വരി ഏത് ഭാവത്തിലാണ് അനുഗ്രഹിക്കണം എന്ന് വിചാരിക്കുന്നത് അതുപോലെ അനുഗ്രഹിച്ച് നന്നായിട്ട് മനസ്സിലാക്കി തന്ന് ഉള്ളിൽ ശരിക്ക് തെളിഞ്ഞു വന്ന് ധ്യാനരൂപം സ്ഥിരമായി നിന്ന് അവസാനം ചിന്തിച്ച് ധരിച്ച് ധാരണയുടെ ആ ധ്യാനം പൂർണ്ണമായി തൈലധാര പോലെയായി ലയം വന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസരൊക്കെ പറഞ്ഞതുപോലെ ത്രേതായുഗത്തിൽ രാമനായും ദ്വാപരയുഗത്തിൽ കൃഷ്ണനായും വന്ന് ആരാണോ അവൻ തന്നെയാണട ശ്രീരാമകൃഷ്ണനായിട്ട് ഈ യുഗത്തിൽ വന്നതെന്നൊക്കെ ധൈര്യത്തോടെ പറയാൻ, ഭഗവതിക്ക് ഉരുള ഉരുട്ടി അല്ലെങ്കിൽ നിവേദ്യം വായിൽ വെച്ച് കൊടുക്കാൻ, കയ്യിൽ വെച്ച് കൊടുക്കാൻ, തനിക്ക് പൂ പറിക്കാൻ പോകുമ്പോൾ ഭഗവതി വന്ന് കമ്പ് താഴ്ത്തി തന്ന് പൂ പറിക്കാൻ സഹായിക്കുന്ന രീതിയിൽ എപ്പോഴും സാക്ഷാൽ കാളിയെ കൊണ്ടു നടന്ന രീതിയിൽ വില്ലുമംഗല സ്വാമിയാരെ കൈപിടിച്ചു കൊണ്ടു നടന്ന കുസൃതിയാണ് കൊണ്ടു നടന്ന ആ കൃഷ്ണനെ കണ്ട വില്ലുമംഗലത്തിന്റെ ഭാവത്തില്, കരിക്കലത്തിൽ അടച്ച് കൃഷ്ണനെ അടച്ചു വെച്ച കുറൂരമ്മയുടെ ഭാവത്തില്, പൂന്താനത്തിന്റെ ഭാവത്തിലൊക്കെ എത്തിയില്ലെങ്കിൽ ബ്രാഹ്മണ്യത്തിന് ഒരു ഗുണം ഉണ്ടാവില്ല. ഭക്തി കൊണ്ട് ഭക്തനമ്രയായി തീരണം നമ്മൾ. അഹങ്കാരം ഒട്ടും പാടില്ല. പണ്ടാ ആത്മവിഷയ സ പണ്ഡിത എന്നാണ്. ആത്മവിഷയത്തിൽ നിഷ്ഠനായവനാണ് പണ്ഡിതൻ. പണ്ഡിത സമദർശിന. പണ്ഡിതൻ എല്ലാവരെയും ഒരുപോലെ കാണുന്നവനാവും. അവിടെയാണ് സാത്വികത പരിപൂർണമായിട്ടുള്ളത്. അതുകൊണ്ടാണ് അമ്മയ്ക്ക് സാത്വികാഹങ്കാര ഭട്ടാരിക എന്ന പേരുണ്ട്. പ്രപഞ്ചത്തിന്റെ സമ്പൂർണ്ണ സാത്വികതയും ചേർന്നതാണ് ലളിതാ പരമേശ്വരി. ആ അമ്മയെ അറിയാൻ ഓരോ മന്ത്രത്തിലൂടെ നിങ്ങൾക്ക് കഴിയട്ടെ. സംശയങ്ങൾ വരുമ്പോൾ ദൂരീകരിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. എന്നെ കൊണ്ടാവുന്ന തരത്തിൽ നിങ്ങൾക്ക് സംശയ നിവാരണം നടത്തി തരാനും സാധിക്കട്ടെ. അങ്ങനെ ഓരോരുത്തരും അമ്മയിൽ ലയിച്ച് അല്ലെങ്കിൽ അമ്മയ്ക്ക് ഓടി വന്ന് നമ്മളിൽ ലയിക്കാൻ തോന്നുന്ന ഭക്തി ഉണ്ടാവാൻ ഈ ഒരു ക്ലാസ് ഉപകരിക്കട്ടെ. ഇന്നത്തെ ഇവിടെ ക്ലാസ് ഞാൻ നിർത്തുകയാണ്. ഇനി അഡ്മിൻസിന്റെ നോക്കുന്നവർ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ചെയ്യാം. 3:52 എല്ലാവർക്കും നമസ്കാരം. ഒരു സംശയം ചോദിക്കട്ടെ? അരുണമാല്യ ഭൂഷാംബരം, ചില പുസ്തകത്തിൽ അരുണമാല്യ ഭൂഷാംബരം എന്നാണ്, പിന്നെ പറഞ്ഞത് അരുണമാല്യ ഭൂഷോജ്വലം എന്നല്ലേ? അപ്പൊ അതിൽ ഏതാണ് ശരി? അരുണമാല്യ ഭൂഷാംബരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പരം വസ്ത്രമാണ്. അരുണമാല്യവും ഭൂഷണ ഭൂഷണാണ്. അപ്പൊ അവിടെ അർത്ഥം എടുക്കുമ്പോ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അമ്പരാം എന്ന് പറഞ്ഞാൽ അരുണാംബരം കറക്റ്റ് ആണ്, വിഷമില്ല. അങ്ങനെ വ്യാഖ്യാനിക്കാം. ചുമന്ന പട്ടുടുത്തവളെന്നാവാം. അരുണമാല്യ ഭൂഷണങ്ങളെ കൊണ്ടും അരുണാംബരത്തെ കൊണ്ടും അങ്ങനെ എടുത്തവളാണ്. പക്ഷെ അത് കൂടുതല് അരുണമാല്യം ചുമന്ന മാലകളെ കൊണ്ടും ഭൂഷണങ്ങളെ കൊണ്ടും ഉജ്ജ്വല എന്ന് പറയുന്നതിന്റെ സുഖം അമ്പരാന്റെ സുഖം. എനിക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്, പല ഗ്രന്ഥത്തിൽ അങ്ങനെ ഉണ്ട്. അരുണമാല്യ ഭൂഷാംബര അരുണമാല്യ ഭൂഷോജ്വല എന്ന് പറയുന്നതിന്റെ സുഖം അമ്പരല്ല, അവിടെ സുഖം. അർത്ഥം പറയാൻ പറ്റും. അമ്പരാം എന്ന് വെച്ചാൽ അമ്പരയാണ്, വസ്ത്രം എടുത്തു. അതായത് ഭൂഷണങ്ങളെ കൊണ്ട് വസ്ത്രം എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് അങ്ങനെ ഉജ്ജ്വല എന്നാണ് ഞാൻ പറഞ്ഞ് പഠിച്ചത്. അങ്ങനെ ആവട്ടെ. അല്ല, സംശയ ശരിയാണ്. അമ്പരാന്ന് അനേക പുസ്തകങ്ങളിലുണ്ട്. അപ്പൊ അമ്പരം പല അർത്ഥങ്ങളുമുണ്ട്. ഇവിടെ വസ്ത്രം അർത്ഥം എടുത്താൽ അരുണമാല്യ അരുണമാല്യം ചുമന്ന മാല, ഭൂഷണം അമ്പര. അപ്പോ ചുമന്ന നിറത്തിലുള്ള മാലകളെ കൊണ്ടും ഭൂഷണങ്ങളെ കൊണ്ടും വസ്ത്രങ്ങളെ കൊണ്ടും എന്താ അവിടെ എന്ന് മനസ്സിലായി. അങ്ങനെയുള്ളവൾ കൊടുത്തവൾ അർത്ഥം എടുക്കാം. പക്ഷെ ഉജ്ജ്വല എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു കർമ്മഭാവം കൂടെ അവിടെ വരുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തൊന്നുമില്ല.
ക്ലിയർ ആയോ? മനസ്സിലായി. ഓക്കെ. വേറെ ഒന്നുമില്ലെങ്കിൽ നിർത്താം, അല്ലെങ്കിൽ എന്താ? വേറെ ആർക്കെങ്കിലും വല്ല സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കും. ഒറ്റ ഒരു എന്താ പറയുക ആഗ്രഹമുള്ളൂ, അക്ഷരത്തെറ്റ് കൂടാതെ ചൊല്ലി പഠിക്കണം. നമ്പൂതിരിമാരുടെ കുടുംബത്തിലാണെങ്കിൽ പോലും അനേകം പേരെ എനിക്കറിയാം, അച്ഛനോ മുത്തശ്ശനോ ഒക്കെ ചൊല്ലുന്നത് കേട്ടിട്ടും അടുത്തിരുന്ന് കേട്ടിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടാകും, നല്ല കാര്യമാണ്. പക്ഷെ അക്ഷരം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അബദ്ധമാണ്. പറയൂ. പവൻ വിശ്വകർമ്മ അല്ലെ? ആരാണ്? ഹലോ ഹലോ, ചോദിക്കാവോ? ചോദിക്കും. ശരി കേൾക്കാം അല്ലേ? കേൾക്കാം. നമസ്കാരം. ഇപ്പോ ഈ പഠിപ്പിച്ച 4 ധ്യാന ശ്ലോകങ്ങളും നമുക്ക് കൃത്യമായ അർത്ഥത്തോടെ അക്ഷരസ്ഫുടതയോടെ ഗ്രൂപ്പിൽ ചൊല്ലിയിടാവോ? അഥവാ ചൊല്ലിയിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങ് അത് വന്ന് തിരുത്തി തരുവോ എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. നമസ്കാരം സർ, നല്ല ചോദ്യമാണ്. എനിക്ക് ഒരു വിരോധവും ഇല്ല. പക്ഷെ അതിൽ എത്ര പേരുണ്ട് എന്ന് ആലോചിച്ചിട്ട് അവരെല്ലാവരും ചൊല്ലിയിട്ടാൽ എങ്ങനെ അതിനെ തിരുത്താൻ സമയം കിട്ടും? കാരണം അനവധി കാര്യങ്ങൾ വേറെ ഉള്ളത് കൊണ്ട്, അതൊരു അഹങ്കാരം കൊണ്ട് പറയല്ല, അങ്ങനെയൊക്കെ വന്നു പെട്ടത് കൊണ്ട്. ഒരാള് സിന്ധൂരാരുണ വിഗ്രഹം, ചില ആൾക്കാരൊക്കെ സിന്ധൂരാരുണ വിഗ്രഹം ചൊല്ലുന്നവരുണ്ട്. പക്ഷെ ആ ഒരു ചെറിയ തെറ്റാണെങ്കിലും തിരുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്തം. പക്ഷെ ഞാൻ അവിടെ തിരുത്തി കൊടുക്കുമ്പോൾ വീട്ടിൽ തെറ്റിക്കാം. എത്ര പേര്, 50 പേര് ഇപ്പൊ വരുന്നത്, 50 പേരും ഇത് 4 ധ്യാന ശ്ലോകം ഇട്ട് കഴിയുമ്പോൾ അത് ഓരോ ധ്യാന ശ്ലോകവും ഞാൻ വളരെ വളരെ ശ്രദ്ധിച്ച് കേട്ട് തെറ്റുകൾ മനസ്സിലാക്കി ഇപ്പോ അടുത്ത ആൾ തിരിക്കും. അപ്പം എല്ലാത്തിനെയും കേൾക്കണം, അനേകവട്ടം ശ്രദ്ധയോടെ കേൾക്കണം, അത് മുഴുവൻ തിരുത്തി വോയിസ് ആയിട്ട് ഇടണം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിടണം. ഇതൊരു പ്രാക്ടിക്കൽ ആണോ എന്ന് ഇതിന്റെ സംവിധാനം ചെയ്യുന്ന ഗ്രൂപ്പിന്റെ മെയിൻ ഉത്തരവാദിത്വത്തിൽ പറഞ്ഞ് ഞാൻ ചെയ്യാം. എനിക്ക് ചിലപ്പോൾ അത് പ്രാക്ടിക്കൽ ആണോ, ഒരുപാട് എനിക്ക് പറ്റിയിട്ടുണ്ട്. അത് അല്ല, ശരി. അല്ല, നമ്മൾ ചൊല്ലിയിടുന്നതുകൊണ്ട് വിരോധമൊന്നും ഇല്ലല്ലോ. അത് ഞാനല്ല, ഞാൻ ഇവിടെ ഇവര് പറഞ്ഞതുകൊണ്ട് അതൊന്ന് പഠിപ്പിക്കണം, ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടൊന്ന് പഠിപ്പിക്കുന്നതല്ലാതെ എനിക്കത് അതിന്റെ അഡ്മിൻസ്, അതിന്റെ മെയിൻ ആൾക്കാർ ചിന്തിച്ചാൽ ഇടാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇടാം. ഞാൻ കേൾക്കാൻ പറ്റുന്ന സമയത്തൊക്കെ കേൾക്കുകയും ചെയ്യാം. എവിടെയെങ്കിലും തെറ്റ് തോന്നിക്കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് മറുപടി പറയാൻ എന്നെ കൊണ്ട് മാക്സിമം ശ്രമിക്കുകയും ചെയ്യാം. അതിന് വിരോധമൊന്നുമില്ല. താങ്ക് യു. എന്തായാലും വേണമെങ്കിൽ ഒരു പ്രാവശ്യം എല്ലാ ധ്യാന ശ്ലോകവും വേണമെങ്കിൽ ഒറ്റ പ്രാവശ്യം വേണമെങ്കിൽ ഇപ്പൊ ചൊല്ലാം, വിഷമമില്ല. അല്ല നിങ്ങൾ ചൊല്ലിയിട്ടാൽ മതി, അങ്ങനെ ആവാം, വിരോധം. അങ്ങ് ചൊല്ലിയിട്ട് അത് കേട്ട് ബാക്കിയുള്ളവർ പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ എല്ലാവർക്കും ഗ്രൂപ്പ് ചൊല്ലിയിട്ടാ പോരെ. അതിന്റെ പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഗ്രൂപ്പിലൊന്ന് ചൊല്ലിയിടണോ, അത് ഇപ്പൊ ചൊല്ലണോ? ഗ്രൂപ്പിൽ ചൊല്ലിയിടുകയാണെങ്കിൽ ആവാം. എങ്ങനെ ചൊല്ലിയാലും ഇപ്പൊ ചൊല്ലിയാലും മതി. റെക്കോർഡഡ് വെർഷൻ ഉണ്ടാവും ഇതിനകത്ത്. എങ്ങനെ വേണ്ടേ പറയും. നമസ്കാരം. ഗ്രൂപ്പിൽ ഇടുവാണെങ്കിലേ നമുക്ക് കേട്ട് പഠിക്കാവല്ലോ. അപ്പൊ ഞാൻ ചെല്ലുന്നത് തെറ്റാണോ എന്ന് എനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കേട്ടാലല്ലേ മനസ്സിലാവത്തുള്ളൂ. അപ്പൊ ഗ്രൂപ്പിലാകുമ്പോ അത് കടക്കുമല്ലോ, എല്ലാവർക്കും അപ്പൊ അത് കേട്ട് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടും. അപ്പം കറക്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പൊ പഠിക്കുന്നത് നമുക്ക് തൃപ്തിയാവും. പഠിച്ചത് നല്ലതാണല്ലോ,
അങ്ങനെ ആകുമ്പോ ഗ്രൂപ്പിൽ ചൊല്ലിയിട്ട് എല്ലാവർക്കും അത് കേട്ട് ഞാൻ ചൊല്ലിയത് കറക്റ്റ് ആണെന്ന് തൃപ്തി വരും. ശരി. അപ്പോ ഇങ്ങനെ 4 മണിയായി, എങ്ങനെയാണ് പറയും? അപ്പൊ എന്നാ ഈ 4 ചൊല്ലി ഗ്രൂപ്പിലിടുകയാണെങ്കിൽ എല്ലാവർക്കും അത് കേട്ട് പഠിക്കാൻ പറ്റും ചെയ്യും. അല്ലെങ്കിൽ ഇപ്പൊ എല്ലാം കൂടി ശരിയാവാൻ കുറച്ച് വിഷമമാവും. നമുക്ക് സമയവും ഓരോരുത്തരുടെയും വേറെ വേറെ കറക്റ്റ് ചെയ്യാന്നുള്ളത് കുറച്ച് ശ്രമം പിടിച്ചത്. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് അങ്ങനെ ഒരു പ്രാവശ്യം ചൊല്ലി ഇടുകയാണെങ്കിൽ അത് കേട്ട് എല്ലാവർക്കും പഠിക്കുക, സ്വന്തമായിട്ട് പഠിക്കാം. അതാണ് കുറച്ചും സൗകര്യം. എന്തായാലും അങ്ങനെ ചെയ്യാം. ഇന്നത്തെ അടുത്ത ആഴ്ച എല്ലാവർക്കും നന്ദി. അടുത്ത ക്ലാസ് അടുത്ത ഞായറാഴ്ച. ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ